എന്താണ് പ്രാഥമിക ഫലം അങ്ങനെയാണ്. ബുധൻ നിൽക്കുന്ന രാശിയുടെ ചിങ്ങൻ രാശിയാണ്. അപ്പോൾ ചിങ്ങയാണ് താമ്പൂർ. അത് നന്നായി സൂര്യനിലോ തണ്ടോദയ ദൃഷ്ടികേന്ദ്രകടയ സിംഹസ്യ ശംഭോഹ സന്നിധി സൂചകാഹ അല്ലേ? ശരിക്കാ നിയമം ശരിയായില്ല. മാർത്താണ്ഡോദയ ദൃഷ്ടി കേന്ദ്രകഥയ സിംഹസ്യ ലഗ്നസ്യ. ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുക അങ്ങനെ തന്നെ വന്നില്ലേ? അപ്പോൾ ആ ശിവൻ്റെ എല്ലാ തേജസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ശിവൻ്റെ എല്ലാ തേജസ്സും ഉൾട്ടായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ശക്തി പഞ്ചാക്ഷരി ധ്യാനമാണെന്ന്. ഇതിൽ പാർവതി ഉണ്ട്, ഗണേശൻ, അതെ. ഇതിലെ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ട് ഈ പാർവതിയുടെ സാന്നിധ്യം വന്നു. ബുധൻ കർക്കടക രാശിയിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ കന്യക. നാഗവിഭൂഷണനാണ് ഭഗവാൻ. നാഗവിഭൂഷണനായിട്ടുള്ള എല്ലാ കലകളും അവിടെ തുറന്നു വന്നു. പിന്നെ സ്ഥിരരാശിയായി ആ ഭാവാധിപതിയായ ഗ്രഹം അവിടെ തന്നെ ഒന്നുമില്ല. കേന്ദ്രഭാവത്ത് ശനി. പിന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പഞ്ചമായത്തിൽ ശശയോഗയി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയായി. ഇത് ശുഭകര ദൃഷ്ടിയെ ഗജരേ ജാതമർപ്പ്യ സുതയുധത്തന ഭോഗി സുന്ദരോ രാജപൂജ്യ എന്നാണ്. ഇത് ശുഭകര ദൃഷ്ടിയെ ഖേജരേ ജാതമർപ്പ്യ ശുഭന്തയായ ദൃഷ്ടി പൂർണ്ണമായിട്ടുണ്ടാവുക. ഖേജരേ ജാതമർപ്പ്യ സുത സന്താന ശ്രേയസ്സിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ദേവനെ ഭജിക്കാം. ധനം ദാരിദ്ര്യം തീരാൻ വേണ്ടിയിട്ട് ദേവനെ ഭജിക്കാം. സുന്ദര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ഈ സൗന്ദര്യം ചന്ദന. വ്യാഴം തന്നെ ജീവജ്ഞാനസുഖി. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ദേവനെ ഭജിക്കാം. ഇവിടെ താമസിക്കുന്നവർക്കും ഇവിടെ ഭജിക്കുന്നവർക്കും ജ്ഞാനം ഉണ്ടാവും അല്ലേ? കാലാത്മാദിനകർമ്മനസ്തുഹിനകുസ്തത്വം ജ്ഞോ വച. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസപരമായ പുരോഗതി മുതലായ ഉണ്ടാക്കാം. ഭാവിയിൽ നിൽക്കേ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലമൊക്കെ ഒരു സ്കൂളൊക്കെ ആവാം. നമ്മളുടെ സംസ്കാരമൊക്കെ ആ രീതിയിൽ ഇവിടെ എന്താ പറയുക, നമ്മുടെ തൃശ്ശൂർ പറഞ്ഞേക്കാവുന്ന സ്കൂളില്ലേ? ഇവിടെ എത്തിയ സ്കൂളത് ജന്മനാമിഷൻ സ്കൂളില്ലേ? ഈ ഗ്രാമാന്തരീക്ഷത്തിൽ നല്ലൊരു ആധുനിക സ്കൂള്. അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പതേ ശ്രീപതി മെഡിക്കൽ കോളേജ് അല്ല, എഞ്ചിനീയറിംഗ് കോളേജ് ബ്രഹ്മസ്വം മഠത്തിൻ്റെയാണ്. ഭൂമിയുണ്ടല്ലോ. പിന്നെ ക്രിസ്ത്യൻ മിഷണറിക്കൊക്കെ സ്കൂളില്ലേ? അതെ, വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലും പഠിക്കലല്ല, പഠിച്ചതിന് കാര്യം. ട്രെയിനിങ് സ്കൂളുകളില്ലേ? ട്രെയിനിങ് സ്കൂളുകളാവാം. ഏതെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് സ്വാധീനങ്ങളൊക്കെ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കിട്ടുകയാണെങ്കിൽ NSS സ്കൂളില്ലേ, സയൻറ്റിഫിക് സ്കൂളില്ലേ? നമ്മളിപ്പോൾ അതിലൊന്നും വേണ്ട. നാട്ടുകാർക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ അതിനൊക്കെയുള്ള സാധ്യത വരുന്നതാണ് ഇവിടെ കാണുന്നത്. കാരണം ബുധൻ ഇപ്പം നേരം പറഞ്ഞ മാതിരി ബുധൻ അതിന് വരില്ലേ, ലഗ്നത്തിലേക്ക് വരില്ലേ? ധനലാഭയോഗം അല്ലേ? ധനാധിപേ ലാഭകതേ ലാഭേശേ ധനമാകതേ താവുഭോ കേന്ദ്രഭൂഭാവി ധനലാഭം വീതേ. സാമ്പത്തികമായ അഭിവൃദ്ധി ഇവിടെ തൊഴുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ഏത് മേഖലയിലാണെങ്കിലും ഗുണങ്ങളുണ്ടാവും. ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാലും ഗുണമുണ്ടാവും. ഒന്നും വേണ്ട, ചെറിയ നഴ്സറി അല്ലെങ്കിൽ ഒരു ബോർഡിങ് എന്തായാലും പറയുക, മറ്റേ പ്ലേ സ്കൂൾ മാതിരിയൊക്കെ ഉണ്ടാക്കി ചെറിയ കുട്ടികൾക്ക് സൗകര്യം ചെയ്യുക. അന്നൊന്നുണ്ടാവുമ്പോൾ ജോലി കൂടില്ല. പിന്നെ അതങ്ങനെ വലുതാക്കി വലുതാക്കില്ല. നിയമപരമായ മറ്റു വശങ്ങളുണ്ടാവും, അത് വേറെ കാര്യം. കിട്ടില്ലെന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ക്രിയേറ്റീവായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേമാതിരി ഇപ്പോൾ നവരാത്രി കാലമാണ് വരുന്നത്. നവരാത്രി 9 ദിവസം ഉണ്ടാവും. അപ്പോൾ ആ ദിവസം 9 ദിവസം നവരാത്രി വിളക്ക് എഴുത്തിന് ഇരുത്തുക. ദശമി പൂജയാണ് എഴുത്തിന് ഇരുത്തുക പറഞ്ഞത്. അതോ കാര്യങ്ങളൊക്കെ നടത്താം. തുടങ്ങാം. ആ വിജയദശമി ദിവസം എഴുത്തിന് ഇരുത്ത് നടത്താം. സൂര്യനായത് ശിവരാത്രി ആവാം. ശിവരാത്രിക്ക് പ്രാധാന്യമുണ്ട്. തിരുവാതിര ആവാം. തിരുവാതിര അവിടെ തിരുവാതിര പതി ഉണ്ടോ? ഇങ്ങനെ പതിവ് എനിക്ക് തിരുവാതിരക്ക് ഉറക്കൊഴിക്കണ്ടേ? 2 തരത്തിലുള്ള തിരുവാതിര. അതെ, അത് സമ്മതിച്ചു. തിരുവാതിരയ്ക്ക് ആദ്രാജാഗരണം, ആദ്രാദർശനം. ആദ്രാജാഗരണം എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ചിരിക്കും. ഒരു ആദ്രാദർശനം പകലുള്ള സമയത്ത് പകൽ തിരുവാതിരയുള്ള ആദ്രാദർശനം. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് ശിവന് തൊഴിൽ. ശീതകുസുമം പാതിരാപ്പൂ ചൂടുക. അതൊക്കെയാണ് എൻ്റെ ഈ കലശക്രിയാദികൾ ചെയ്യണം എന്നുള്ള നവീകരണ കലശമതിയാവാം. സൂചന അത്രയുള്ളൂ.
പിന്നെ ഇത് ഒരു പ്രാർത്ഥന ചാകസുന്ദർശയിലെ തസ്യേ സൗരേധവ കുജേ രാശ്യംശ ശുശ്രൂഷേജാത ജായതേ നാളെ ഇവിടെ വെച്ചിട്ടേ ഏതെങ്കിലും മൃഗങ്ങളെയോ മറ്റോ വേട്ടയാടുകയോ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കെട്ടിയിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടും എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്ത് ഇവിടെ കൊലപാതകങ്ങൾ അതുണ്ടായിരുന്നു മനുഷ്യരെയും ഇവിടെ താഴത്തെ ഒരു നായാടിക്കൊള്ളേ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കുമരുന്നും മദ്യമൊക്കെ അയച്ച് കഴുത്തു മുറിക്കലും കെട്ടിയിട്ട് കഴുത്തു മച്ചല്ല പിന്നെ ഒരാളെ കഴുത്തു മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിരുന്നു. എത്ര കാലം കഴിക്കും ലാസ്റ്റ് കൊലപാതകം നമുക്ക് കണ്ടില്ല അല്ലേ? പിന്നെ ആ പാറ പൊട്ടിയിട്ടുള്ള മരണല്ലേ അതിൽ എത്ര ആൾ മരിച്ചു? അത് മൂന്നാള് മരിച്ചു. സ്ഫോടന മൃതി 3 പേര്. അതെ സ്ത്രീ ക്ലേശം അതും അതെ ചന്ദ്രനാണെങ്കിൽ ഈ നീചസ്ഥനായി അവളെ കേതുവിന്റെ യോഗം സ്ത്രീകളെ ആരെങ്കിലും വിടുന്ന വല്ല ചോലയിലൊന്നും അവിടെ കോറിക്കുളത്തില് മതി അത് എഴുതിക്കാം അതൊരു കുട്ടിയും ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ സ്ത്രീ നമ്മുടെ രമണിയുടെ എന്റെ ഭാര്യയും പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരു പ്രായപൂർത്തിയ സ്ത്രീയും ആ കുളത്തിൽ ആ ആത്മഹത്യ അതോ സ്വയം കുട്ടി ആത്മഹത്യയല്ല സ്ത്രീ ആത്മഹത്യ രണ്ടും അപകടമാണ്. അതെ വേറെ ദേവദാസായ ഒഴിനൊക്കെ നടത്താനുള്ളതാണ്. ഇപ്പം ഈ ശിവസങ്കല്പത്തിന് വേറെ സങ്കേതോ വേറെ ആരാധന എന്തെങ്കിലും ഉണ്ട് ഈ ദേവസങ്കല്പത്തിൽ ഈ ദേവന്റെ സങ്കല്പത്തിന്റെ വേറെ സങ്കേതോ ആരാധന എന്തെങ്കിലും ഉണ്ടോ? സിംഹസ്വ ദേവദാസായ പൂജ അല്ല മോളിലാണ് ശ്രീമൂലസ്ഥാനം അവിടെ എന്തെങ്കിലും പൂജ എന്തെങ്കിലും ഉണ്ടോ? പൂജ നടത്താറുണ്ട്. ഇപ്പോൾ നേരെ മുകളില് അവിടെ ഈ തീർത്ഥത്തിന്റെ അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കാൽപ്പാടുണ്ട് അടയാളം ഉണ്ടാവും. സൂര്യൻ ചെന്നില്ല അടയാളം ഉണ്ടാവും. അവിടെ ശരിയാവും അടയാളം അവിടെ ശ്രീമൂലസ്ഥാനം അവിടെയാണ് സംരക്ഷിക്കുക തറകെട്ടി തറകെട്ടി ചെയ്തിട്ട് ഷീറ്റൊക്കെ അവിടെ വിളക്ക് വെക്കുക. വിളക്ക് വെക്കാറില്ല. അല്ല ഒരു മാസത്തിലൊരിക്കലും വിളക്ക് വെക്കുക. പിന്നെ ദുരിതപതിയായ ചന്ദ്രനംശമാണ് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത്. ദുരിതപതിയായി പാതാരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ അവിടെ ലഗ്നത്തിൽ സംശയിച്ചുകൊണ്ട് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് വല്ല ചീത്തത്തരം വരികയോ ആത്മഹത്യ ചെയ്യുകയോ സ്വയംകൃതാനർത്ഥ രാശിയല്ലേ അങ്ങനെ വല്ലതും കേട്ടുന്നു. ഗർഭിണി തൂങ്ങി മരിച്ചു, ഗർഭിണി വെള്ളത്തിൽ ചാടി മരിച്ചു, പരദേശികളുണ്ടോ മറ്റുള്ളിടത്തുകൊണ്ട് താമസിക്കുന്നവർ അല്ല ഇതിന് പ്രാധാന്യമുണ്ട്. അല്ല ചന്ദ്രയെ സഗർഭ എന്ന് പറയുന്നു. വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന വേലൂര് ഭാഗത്തെങ്ങാനും ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ ഈ താഴത്ത് ഉണ്ടാവും. നാരീ ഗർഭയുത ഗർഭയുത ഗർഭത്തോടു കൂടിയുള്ള ഒരു മരണം. അതെ അതിൻ്റെ ഈ പരിസരത്താവണത്. കേട്ടഴിവുണ്ടോ? ഈ സ്ഥലം ആരുടെ ആയിരുന്നു പൊതുവെ? ഈ സ്ഥലം സർക്കാർ സ്ഥലമാണ്. മുമ്പ് അങ്ങനെയൊന്നും കേട്ടില്ല. മുമ്പ് ഈ പറഞ്ഞ പോലെ വല്ല ബ്രഹ്മസ്ഥലം സ്ഥലമാവും. പക്ഷെ ഇതിപ്പോ എന്താ വെച്ചാൽ 45 സെന്റ് സ്ഥലം ആധാരത്തിന് പെണ്ണുങ്ങളുടെ പേര് അങ്ങനെയൊന്നും ഇല്ല. ഇത് നമുക്ക് പട്ടയം കിട്ടിയ എന്തായാലും നമുക്കൊരു ഒരു മാതൃശാപം മാതൃശാപം സ്ഥലവുമായി പെണ്ണ സ്ത്രീയ
ആ അതാണ് മതി മതി. അതിൻ്റെ ആ ദുരിതം മാത്രമേ ഉള്ളൂ. അത് എത്ര കാലം കഴിഞ്ഞാലേ എത്ര കാലം കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കും. അതാണ് ആ ചന്ദ്രന്റെ പിന്നെ ഈ ഭഗവതി അന്യപൂജിത ഭഗവതി. ഈ പ്രദേശത്തെ ദേവത അല്ലാതെ വേറെ ഏതെങ്കിലും ദേവതകളെ ഇവിടെ കൊണ്ട് കുടിവെക്കുകയോ പൂജിക്കുന്നതിന് ഈ പരിസരത്തുണ്ടോ? അത് ഒരു കുടുംബക്കാര് ഈ അടുത്ത കാലത്ത് തുടങ്ങി 2 കൊല്ലമായി പോയി. എവിടുന്ന്? നമ്മുടെ അമ്പലത്തിൽ. അതെന്താ കാരണം? അവർ കാളി കൊടുങ്ങല്ലൂരമ്മ അതോ മറ്റേ ചെട്ടിയന്മാരുടെ മാരിയമ്മന്നല്ല. എന്നിട്ട് അവര് വീട്ടിലെ ഭഗവതിയെ കൂടി വെച്ചിട്ടുണ്ട്. വിദേശക്കാരൻ ശിവനെ വേണ്ട, ഭഗവതി വേണം. ആരെങ്കിലും നമ്മളറിയാതെ ശ്രീലകത്ത് വേറെ ഇപ്പൊ ഈ ശിവനും പാർവതി അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ആരും മൂലക്കില് ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോ ഒരു ഗണപതിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അല്ല അവിടെ പോയി ഗണപതി എന്താ കൊണ്ടു വെച്ചോ? ഗണപതിയുടെ ഒരു ഇത് നമ്മളാ മറ്റേ അതിപ്പോ ഗണപതി ഹോമം നന്നാക്കിയ മതി. മറ്റൊന്ന് അതെവിടെയും വെച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പ്രതിഷ്ഠ ഏതായിട്ട് അതിൽ വേണ്ട നമ്മൾ കണ്ടില്ല. ഇതിന്റെ ഇതിലേക്കാണെന്താ? സൂര്യന്റെ ഇതിലേക്കാണെന്താ? ഗൗരി മാതൃപിതൃ വിപ്രയോജിത സിംഹരോമിതം ആദ്യം വെച്ചു അല്ലേ? അപ്പൊ എന്താ പറയാ? ഒരു ശാൽമലി വൃക്ഷം, ഒരു മരത്തിന്റെ മുകളിൽ നിന്നുള്ള മരണം. അതാരാ? മരം വെട്ടുമ്പോഴോ മരം മുറിക്കുമ്പോഴോ ഉണ്ടായിട്ടുണ്ടോ? ശ്വാനരസ്ഥ മലിനാംബരന്യത രൗതി നമ്മൾ നിലനിൽക്കുന്നു. മാതൃപിതൃ പ്രയോജിത സിംഹരൂപം. അങ്ങനെ ഒരു മരണം. ബുധനവിടെ ഗണായിട്ട് ഇതിപ്പോൾ അത് അങ്ങനെയല്ലോ. സൂര്യനല്ലേ? നല്ലതല്ലല്ലോ. മരം വെട്ടുമ്പോഴോ മരത്തുനിന്ന് വീണിട്ടോ അവിടെ മരമറിയാണോ ശബ്ദമാണുള്ളതുകൊണ്ടേ പ്രകൃതി ശബ്ദം കേനാഭിവാഹേതുന എന്തെങ്കിലും കാരണം കൊണ്ട് കാര്യം മുടങ്ങാറുള്ളതാണ്. അതായത് മുടങ്ങാനുള്ള കാരണം കാണിക്കുമ്പോൾ ഒരു വൃക്ഷസമാശ്രയ ഒരു മരം വീണിട്ടോ അല്ലെങ്കിൽ മരത്തിൽ തൂങ്ങിയിട്ടോ ഒരാൾ മരിക്കുക അങ്ങനെയിട്ടില്ല. ഈ പ്രദേശത്തുണ്ടായിരുന്നു. അമ്പലത്തിന്റെ പ്രദേശത്ത് വിളിച്ചാൽ കേൾക്കുന്നിടത്താണോ? അതങ്ങനെ. ഇനി വൃക്ഷസമാശ്രയ എന്നുള്ളത് കൊണ്ട് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് പൂജിക്കുന്ന പോലെ ദേവതകൾ ഇവിടെ അടുത്തുണ്ട്. അവിടെ നമ്മളെ ഭക്ഷണം കഴിച്ചതിന്റെ അപ്പുറത്തെ രാജ്യം അതൊന്നും വേണ്ട. അതവിടെ കൊണ്ടേക്കാണ് യോഗീശ്വരന്റെ പ്രതിഷ്ഠ വേണം. പ്രതിഷ്ഠ എന്ന് പാടില്ല. അയ്യോ അന്ന് പറഞ്ഞത് സ്വർണ്ണാംശത്തോടുകൂടി ആ ബലിയിട്ടിട്ട് വെക്കണോട് പോയി യോഗീശ്വരൻ അന്ന് പാടില്ലടാ. സ്വർണ്ണാംശത്തോടുകൂടി 10 ബന്ധപ്പെട്ട സ്ഥലത്തെ ഗന്ധർവനെ പറഞ്ഞല്ലോ. അത് മതി. സ്വർണ്ണാംശത്തോടുകൂടി 10 അത് കൊല്ലത്തിലൊരിക്കലും വേട്ടക്കാരന് പൂജ വേണമെന്ന് പറഞ്ഞു. അത് ഈ കക്കാട് കാരണം ഒരു ധർമ്മദൈവമാണ് എന്നും പറഞ്ഞില്ല. പുഴയ കാലത്ത് ഇതിന്റെ അടിപൊളി കുടുംബക്കാരാണ് ഈ ദേവനെ സങ്കല്പിച്ച് അവിടെ എന്തെങ്കിലും ആരാണ് വിളക്ക് വെക്കുക, കല്ല് വിളക്ക് വെക്കുക, അതിനുള്ള ആ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഇന്നലത്തോട് കൂടിയിട്ടുണ്ട്. അവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. പ്രൈവറ്റ് അല്ലേ? വിശ്വന്തവേശത്ത് ദേവസ്ഥാനമാണ്. ബുധന്റെ തിരക്കാണെന്താ? അത് പുള്ളി അവിടെ ഒരു പ്രൈവറ്റ് ആയിരുന്നു. ഇവിടെ കൊണ്ടുവരുന്ന പറഞ്ഞപ്പോ നമ്മള് പറ്റില്ല. ബുധന്റെ എന്താ ഇഷ്ടോ? ഇനി കൊരങ്ങനെ ഇവിടെ ആരെങ്കിലും അതായത് ഇവിടെ അമ്പലത്തിൽ ഇഷ്ടം പോലെ കൊരങ്ങന്മാര്. ഇന്നലെ വരെയുണ്ട്. അത് നല്ല തടിച്ചു വീഴുന്ന കൊരങ്ങന്മാര്. ആൾക്കൊരങ്ങൊക്കെ വീഴും.
ഷാനോ വാനതുല്യജ്യേഷ്ഠോ കീർത്തിദണ്ഡം ഫലമാമിഷം ച. ഈ ആമിഷത്തിലേക്കാണ്, ആമിഷം എന്ന് പറഞ്ഞാൽ മാംസമല്ലേ, ഷാനിലോ. ഇറങ്ങൻ മയില് ഇതൊക്കെ അല്ലാതല്ല, ഈ ദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വൃക്ഷസമാശ്രയാണ്. അല്ല, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. സിംഹം ഉപാശ്രയം കാട്ടിലല്ല, ഒരിക്കലും അതൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അടിയിലൊക്കെ എന്തൊക്കെ കിണറോ കുളമോ ഗർത്തോ എന്തൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. ഈ പറഞ്ഞ ഈ വൃക്ഷാനോ വാനരതുല്യജ്യേഷ്ഠ എന്നുള്ളതുണ്ട്. വിഭർത്തിദണ്ഡം ഫലമാമിഷഞ്ച കൊച്ചി മനുഷ്യ കുടിരശ്ചകേശ്വർ മൃഗേശ്വരസ് അന്ത്യഗത സ്ത്രീഭാഗ അല്ലേ. അപ്പോൾ വൃക്ഷാനനം വാനരതുല്യജ്യേഷ്ഠ അല്ലേ. അത് ലഗ്നഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ബുധൻ. നാഗത്തിന് ഇപ്പം എന്താ ചെയ്യണേ? നാഗത്തിന്റെ പൂജ പ്രത്യേകിച്ച് പൂജയൊന്നുമില്ല. കുടിവെപ്പുണ്ടാവും. കുടിവെപ്പ് വേണമെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് വനദുർഗ് നാഗക്കാവ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതൊക്കെ ഈ കുറ്റം എന്ന് പറഞ്ഞാ ഒന്നും വേണ്ട. ചാർത്ത് അന്ന് പ്രായശ്ചിത്തം ഈ കലശ സമയത്ത് ചെയ്യും. വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്യട്ടാ, ഈ വാനരപ്രീതിക്ക് വേണ്ടിയിട്ടേ ഭക്ഷണം കൊടുക്കും. കൊല്ലത്തിലൊരിക്കലും ഓണക്കാലത്തോ വിഷുവിനോ. അല്ല, അങ്ങനെയല്ല, വൺസ് ഇൻ എ ഇയർ ഒരു പ്രത്യേക സ്ഥലത്ത് ചടങ്ങ് മാതിരിയാക്കിയിട്ട് മമ്പലൊന്നും കയറ്റരുത്. അല്ല, ചടങ്ങ് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വെക്കുക. അല്ല, ഭക്ഷണം വെക്കുക. അങ്ങനെ വരാറുണ്ട്. തിരുവോണത്തിന് അന്ന് ഇറങ്ങിയമാർക്ക് സദ്യ കൊടുക്കാം. സദ്യ ഉണ്ട് അവിടെ. ഇലട്ട് വിളമ്പോ കോട്ടയിലുണ്ട്, അവിടെയുണ്ട്. എന്നാലും അമ്പലം കെട്ടിലെ പരിപാടി വേണ്ട. ഇവിടെ ഏതായാലും ഒരു കുരങ്ങനെ നശിപ്പിച്ച ദോഷമുണ്ട്. ആരാ ചെയ്തറിയില്ല. എൻ്റെ ഒരു പ്രതിമ വെച്ചോ. ഈ വൈദ്യന്മാരുണ്ട് പ്രദേശത്തോടെ പാരമ്പര്യ വൈദ്യന്മാരുണ്ടെങ്കിലേ. അപ്പൊ ആ സമയത്ത് ആരോ ഒരു ഹത്യ നടത്തിയിട്ടുണ്ട്. അവർക്കാ എൻ്റെ ഒരു പ്രതിമ വെച്ചു സാധനം, ഒരു വാനര പ്രതിമ. അതാണ്. അല്ല, ബുധൻ വൈദ്യനാണല്ലോ. ഇലക്ട്രിസിറ്റിയില്ല. ഒരു പ്രതിമ വെച്ചാൽ ദുരിതപ്രായശ്ചിത്തം ചെയ്താണ്. 5 അംശങ്ങളുണ്ട്. പ്രതിമാസ്ഥാനത്ത് ത്രികോണഗതി എന്നുള്ള യോഗങ്ങളുണ്ട്. എന്തെങ്കിലും വൈഷ്ണവമായിട്ടുള്ള എന്തെങ്കിലും പ്രതിമ ശ്രീകൃഷ്ണന്റെ വിഗ്രഹമൊന്നും കൊണ്ടു വെച്ചില്ല, ഉള്ളിലൊന്നും കൊണ്ടു വെച്ചില്ല, ചുമരുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ ബുധന്റെ ബന്ധം തന്നെ ആയതുകൊണ്ട്, ഈ അംഗവൈകല്യം ഏതെങ്കിലും ആളുകൾക്കുള്ള ആളുകൾ പിടിച്ചിട്ട് താമസിക്കുന്നുണ്ടോ? നീറ്റ് നടക്കാൻ വയ്യാത്തവർ, നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ടോ? അതാരാ? മുഖാംഗ്രിഹസ്തയത്തി ഗുണം. കയ്യും കാലൊക്കെ മുറിഞ്ഞു പോയ ആൾക്കാർ, അതല്ല. ഈ വെടിക്കെട്ടിലൊന്നും പെട്ടിട്ടൊന്നും ആരും വെച്ചിട്ടില്ലല്ലോ ഇവിടെ. ഈ സ്ഫോടനത്തിൽ കുറച്ച് ഉന്മാദന്മാരുള്ള ആരാ? അത് താഴത്തെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ആള് മരിച്ചു. പക്ഷെ ആളുടെ വേറെ ഒരു ഉന്മാദ രോഗം ഇവിടെ ഇങ്ങനെ കറങ്ങി ഇവിടെ. പിന്നെ ആ സ്വാമി എടുത്തു തരണായിരുന്നു 9-ലെ ബുധനില്ല. അയാൾ പോയി. ഇപ്പൊ ആളുടെ വേറൊരു സ്വാമിയാരുണ്ട് ഇവിടെ. അല്ല, ആള് മരിച്ചു. ഒരു ഈ സ്ഥലം ഇപ്പൊ ഓണറായിട്ടുള്ള ഒരാള് താഴത്ത്, ആള് മരിച്ചു. ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം എടുത്തു തരണായിരുന്നു. തമിഴ്ന മലയാളിയാണ്. ആദ്യം വന്ന ആള് തിരുവണ്ണാമല. അത് ഈ ഇവിടെ ഇതില്ലേ, നമ്മുടെ വാണിയംകുളത്ത് ഉയരംകുളത്ത് കുറച്ച് സമയം വെള്ളം കൊണ്ടൊക്കെ എടുത്തിട്ട് അജപാമഠം, ആ വകുപ്പിൽ പെട്ടാതെ അവർ ഷർട്ട് ഈ അരയ്ക്കുന്നൊന്നുമില്ല. ഇതൊക്കെ വെച്ചിട്ട് ആ അജപാമഠം മോഡൽ, അത് രമണാശ്രമമാണ്. ഈ പിന്നെ ഈ ഈശ്വരോപാസനയുടെ നിർഗുണോപാസനയുടെ ഏറ്റവും വലിയ ടോപ്പിലെത്തുന്നവരാണ് ഈ അജപാമഠത്തിൽ ആ ഭാഗത്തെത്തുക. മാധവജി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ.
അത് ചെറിയ മാനസിക രോഗം. അത് എഴുതി അതിന് മാനസിക രോഗം ഉണ്ടല്ലോ. ഇതിപ്പോ ഈ സ്വാമിജിയുടെ കാര്യം പറഞ്ഞു. ഈ സ്വാമി എവിടേക്ക് പോയി? പിന്നെ അത് ഈ അജവാമഠം അയാളെ എവിടെ കൊണ്ടുപോയി അവസാനം? അവിടെ വിളിച്ചിട്ടുണ്ടോ? സമാധി ഉണ്ടോ? സ്വാമിയാരുടെ ഭാര്യയുടെ അച്ഛനാണ്. ആ ആളുടെ മോളെയല്ല ഇപ്പൊ ഇയാള് കല്യാണം ഈശ്വരന്റെ അമ്മ. ആ അതന്നെ ആ തമിഴത്തിലെ അച്ഛനല്ലേ? അച്ഛനാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയാർ. കണ്ടിട്ടുണ്ടല്ലേ? ആദ്യത്തെ ആളെ അറിയില്ല. അല്ല ഞാൻ ചോദിക്കണതല്ല, ആദ്യം ഇവിടെ വന്ന സ്വാമിയെ പറ്റി എന്താണെന്ന് എനിക്കറിയില്ല. അതാ ചോദിച്ചു. അത് അറിയുന്ന ആള് ഈ നാരായണ സ്വാമി ആള് മരിക്കുകയും ചെയ്തു. നിങ്ങളുടെ അച്ഛൻ ആറ് ശിഷ്യനായിരുന്നു? അല്ല അച്ഛൻ്റെ ആളല്ല. അല്ല ആദ്യത്തെ സ്വാമിയുടെ ശിഷ്യനല്ല. ഇതിപ്പോ സംഭവം എന്ന് വെച്ചാൽ ഒരാള് നല്ല നല്ല സ്വാമി, മറ്റാൾ ആ സ്വാമിയാണ്. അതാണ് പ്രശ്നം. അല്ല ആദ്യത്തെ ആള് കൃത്യസ്ഥിതിയുള്ള ആളാണ്. അത് സംശയം. ആദ്യത്തെ ആളേ ശരിക്കുള്ള സന്യാസ ദീക്ഷ സ്വീകരിച്ച ആളാണ്. കാരണം അവിടെ ഭജിക്കാവുന്ന പെണ്ണുങ്ങളായാലും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അച്ഛൻ്റെ ജീവിതചര്യക്ക് എങ്ങനെയായിരുന്നു? അവസാനം എങ്ങനെയായിരുന്നു? പക്ഷേ ഈ മഠത്തിൽ ചേർന്ന് ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം എങ്ങനെ ജീവിച്ചേർന്ന് ചോദിക്കാം. അല്ലെ അജബാ സംഭവത്തിൽ എത്തിയവർക്കേ പിന്നെ ഒന്നുമില്ലല്ലോ. എല്ലാം ആ ശരിക്കും ആ പൂർണ്ണതയിലെത്തിയ ആൾക്കാരെ. ഇപ്പം നമ്മളൊരു പണം കൊണ്ട് കൊടുത്താലോ ആഹാരം കൊണ്ട് കൊടുത്താലോ ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. പ്രത്യേക അവസ്ഥയിലെത്തിയാണ്. ഇത്രേ ഉള്ളൂ. ആൾക്കിവിടെ പതിച്ച് അത് പണ്ട് ഇതൊക്കെ മിലിറ്ററിക്കാർക്ക് വെച്ചു പുള്ളിക്ക് സ്ഥലം കിട്ടിയിട്ടായിരുന്നു. 5 ഏക്കർ വെച്ചിട്ട്. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ പേര് ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് സർക്കാർ വീണ്ടും പട്ടയം കൊടുത്തു വീട് വെക്കാൻ. അതും വീട് വെക്കാൻ ചാലക്കുടി അവിടെ ഉള്ള ആൾക്കാർ അവിടെ ഇവിടെ കിട്ടിയ കാശിന് വിട്ടിട്ട് പോയി. 4 ഏക്കർ 5 ഏക്കർ പിന്നെ പതിച്ചു കൊടുത്തു തന്നെ പതിച്ചു കൊടുക്കുക. വില്ലേജ് ഹൗസിൽ കാശ് മേടിക്കുക പതിച്ചു കൊടുക്കുക. അതായിരുന്നു പിന്നെ ഒരു കാലം. ഒരു സ്ഥലം തന്നെ എത്ര രവീന്ദ്രൻ പട്ടയത്തിലും കടുപ്പം. അത് ഒരു പട്ടയം തന്നെ എത്ര പ്രാവശ്യം കൊടുത്തിട്ടല്ല. അവസാനം അന്വേഷണം വന്നപ്പോൾ വില്ലേജ് ഹൗസിലെ ഫയലൊക്കെ തീയിട്ടു. അവനങ്ങനെയാണോ? ഇപ്പൊ ഒരു സ്ഥലം അളക്കാൻ വേറെ ആള് വരുമ്പോഴേക്കും വേറെ ആളും വരും. ആധാരമൊക്കെ ഒരേ സർവേ നമ്പറിന് ഇഷ്ടംപോലെ ആൾക്കാരുടെ ഉണ്ട്. അല്ല ഇത് പക്ഷെ ക്ഷേത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ സർവേയില്ലേ. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ കക്കാട് കുടുംബത്തിന്റെ അത് കഴിഞ്ഞ് ചെറളയം കോവിലകം. ആ ചെറളയം കോവിലകത്തു നിന്നാണ് പിന്നീട് പിടിച്ച് അടക്കിയിട്ടുള്ളത്. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ വിഷയം ഇപ്പൊ സൂര്യനാണ്, ചന്ദ്രനാണ്. സൂര്യൻ ചന്ദ്രൻ, പിന്നെ അതിൻ്റെ അനിഷ്ടസ്ഥാനത്ത് സൂര്യാത്മജോ വഞ്ചശനിയുടെ ദൃഷ്ടി, പിന്നെ അതിൻ്റെ 12 ശുക്രൻ. അപ്പോൾ ഈ പ്രദേശത്തുള്ള എന്തൊക്കെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലഗ്നത്തിൽ ബുധൻ 12 ശുക്രന് പണപ്പെട്ടി വേണ്ടെന്നല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കൂ, ഇവിടെ എന്തോ രീതിയിലുള്ളതായ നിക്ഷിപ്തമായ ഒരു ധനം ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഇവിടെ ഒന്ന് തമ്പടിച്ച് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള ചില ആൾക്കാരുണ്ട് ഇവിടെ. അതാ പറഞ്ഞത്. ശരിക്കും ആ ലക്ഷണമല്ലേ? ധനലാഭയോഗം ഒന്നുണ്ട്. 12ാം ഭാവാധിപത്യം വഹിച്ച ചന്ദ്രൻ്റെ അംശം അവിടേക്കുണ്ട്. 2ൽ പാപയോഗമുണ്ട്. അപ്പോൾ പാപയെ വിത്തകതേ സ്വപൂർവ നിജിത ദ്രവ്യക്ഷയോ വക്രയോ ഭർത്തവ്യാമയ ദക്ഷിണ അമ്പകരുജോ ദുഷ്ടോക്തി പാത്രക്ഷതി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെമ്പുണ്ട്, ചരക്കുണ്ട്, പാത്രമുണ്ട് എന്നൊക്കെ വിചാരിച്ച് സന്യാസിമാരെ പോലെ ഒന്ന് ജീവിച്ച് സൂത്രത്തിൽ ഇത് എടുത്തു കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ഈ ദേവങ്കിൽ നിന്ന് ദേവൻ അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ ഈ ദേവൻ്റെ ശക്തിയെ തന്നെ
ഇല്ലാതേക്കാനൊക്കെയായി ശ്രമിച്ച ആളുകളാണ് ഈ പറഞ്ഞ രണ്ടാം തലമുറയിലെ സന്യാസിമാർ. ഇവിടെ സന്യാസം ശരിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ കാമ്യാണാം കർമ്മണാം ന്യാസം. നമ്മൾ കഴിച്ച സാമ്പാറും ചോറൊന്നും എല്ലാവരും ഉണ്ണുക, പിന്നെ ക്യാബേജ് ഉപ്പേരി ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ ശരിക്ക് ആ എല്ലാ കാമ്യകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളാണെന്ത് സന്യാസിമാർ. അപ്പോൾ ആദ്യം വന്ന സന്യാസി ശരിക്കും ഈ അജബ മഠവുമായി ബന്ധപ്പെട്ട് ആ അജബ സമ്പ്രദായം കൊണ്ടുള്ള ആളായിരുന്നു ദീർഘദീക്ഷ. പിന്നെ വന്ന ആൾക്കാർ ഉദ്ദേശിച്ചത് ഇവിടെ എവിടെയോ ധനമുണ്ട്, എന്ത് നിധി ഉണ്ട്, അത് തരാൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നു. അത് ശിവൻ്റെ അടുത്ത് നടന്നില്ല. അപ്പോൾ ഈ ശിവൻ്റെ ശക്തിയെ പിന്നെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആ ഛാഗസിംഹേ തസ്സേ സൗരേധവാസേ രാശ്യം സുശ്രീജാത ജായതേ നാളവിഷ്ടിതാണ്. അവിടെ ഈ നിധനാനിധനം സ്ഥിത എന്നുള്ളത് മറ്റേ എന്താ സൂര്യൻ്റെ രവിശശിതേ സിംഹലഗ്നേ കുജാർക്കി നിരീക്ഷിതേ നയനരഹിത സൗമ്യ സൗമ്യ കണ്ണടക്കുക, കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ ഇവരെങ്ങനെ നോക്കിയാലും ഇത് കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ത് അവിടെ ഒരു ശിവൻ്റെ ദൈവം ഉണ്ട്, അതിനെയാണ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് കുറച്ച് ഏൽക്കില്ല. അത് വേറെ കാര്യം. ഇതെടുക്കാനും കിട്ടിയില്ല ഇവർക്കേ. ആർക്ക്? ഈ പറഞ്ഞ ഗ്രൂപ്പിന് ഇതെടുക്കാൻ കിട്ടിയിട്ടില്ല. സംഭവം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ, നിങ്ങൾ നല്ല ആലോചിച്ചോളൂ. ഇനി ആരെങ്കിലുമൊക്കെ വന്നിട്ടേ ആ ഒക്കെ തന്നെ കേസ്. ഒക്കെ ആരെങ്കിലും വല്ല മഷി നോട്ടൊക്കെ നടത്തിയിട്ടേ പറഞ്ഞിട്ടുണ്ടാവും. ആ കുളിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ, മറ്റൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഇത് കേട്ടപ്പോൾ ഈ സാധനങ്ങൾ ഉള്ള കൂട്ടത്തിൽ നിധി ഉണ്ട് എന്ന് കേട്ടിട്ട് ഇവിടെ വന്ന് ശിവനെ ബന്ധിക്കാനൊക്കെ നോക്കി ഇതെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ദോഷങ്ങൾക്ക് ദൈവമെങ്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ അടുത്ത കലശക്കാലത്ത് അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ വേണം. അതാണ് പ്രായശ്ചിത്ത ഹോമങ്ങളോട് കൂടിയ നവീകരണം വേണമെന്ന് പറയാൻ കാരണം. ഈ രണ്ടാം ഘട്ടത്തിൽ വന്ന സ്വാമിമാർ ഇതിൻ്റെ ആശാന്മാരാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇവർ സ്വാമിയാണെന്ന് കാണിക്കുകയും അഭിയാചിത മാത്ര ദീക്ഷിത ഞാൻ സ്വാമിയാണെന്നൊക്കെ തന്നെ പറയും. ഉള്ളിൽ രാത്രി ഗോനേത്ര ഭക്ഷണം, രാത്രി വേറെ ചില പരിപാടികളാണ്. ഇതിനുള്ളിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഇവിടെ എവിടെ ഇതിൻ്റെ നോക്കുക. എന്നിട്ട് അതിൻ്റെ എഴുതി കണ്ടകവർത്തിൻ്റെ ശുഭാസ്യു ഏകാദശ വേശ്മകാവിലഗ്നാൽ എന്താ പറഞ്ഞത്? മണ്ണും പെണ്ണും ഒഴിച്ചു വിടാൻ പറ്റും. അയാളുടെ കാര്യമാണ് അയാൾ പറഞ്ഞത്. അതന്നെ. അപ്പൊ സ്വാമിയാണോ അയാള്? സ്വാമിയല്ലേ? ഇതെല്ലാം പിന്നെ ഉപേക്ഷിക്കുന്ന ഉണ്ടേ. അവര് നല്ല ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും. ശരിക്ക് പറയാന്നുണ്ടെങ്കിലേ ഈ ശുക്രനിഷ്ഠസ്ഥിതേ സ്ത്രീഗതവസനവായ ലക്ഷ്മി ഉദിനാവായ ലക്ഷ്മി സ്നേഹദ്വേഷാൻ അല്ലേ? ശോകം ദുഃഖമാണ്. അപ്പോൾ സ്ത്രീകളെ ദുഃഖിപ്പിക്കുക, സ്ത്രീകളെ ദുഃഖിപ്പിച്ച് കാശുണ്ടാക്കുക പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? അതാണ് അയാളുടെ പരിപാടി. ആരുടെ പരിപാടി? ഈ രണ്ടാമത്തെ ആസാമിയുടെ പരിപാടി. അത് നിങ്ങൾ ആരും ഇല്ലല്ലോ ഇവിടെ. ആരും ഇല്ലല്ലോ ഇവിടെ. മാത്രമല്ല ഈ പേരെന്താ? സ്വാമി ഭജനം സന്യാസം, കാശ് മേടിച്ചുള്ള സന്യാസം. അല്ല ഉണ്ടെന്ന് ഉണ്ട്. അല്ലല്ല, നമ്മളിത് നിഷേധിക്കരുത്. ശുക്രനഷ്ടമത്തുള്ള പ്രശ്നം എന്താ? അതിന്റെ ഫലം ശ്രീഗത വസനാപായ ലക്ഷ്മീ വിയോഗ. അതിന്റെ അർത്ഥം എന്താ? പറയും. സ്ത്രീജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, വസന അപായം, വസ്ത്രങ്ങളെ നശിപ്പിക്കുക, ലക്ഷ്മി വിയോഗ ഐശ്വര്യം നശിക്കുക, ശോക സ്നേഹം ദുരുപയോഗം ചെയ്യാം, നിഷാദ. അപ്പൊ അവിടെ എന്തൊക്കെ നമ്മൾ അനാശാസ്യമായ കർമ്മങ്ങളിലൂടെ പണം ഉണ്ടാക്കുകയും ഇവിടെ ഉള്ള നിധി മുതലായ സാധനങ്ങൾ അപഹരിക്കാനുള്ളതായ ശ്രമവും നടത്തിയുള്ള ഒരു കാലഘട്ടം. പറഞ്ഞ ആളുടെ മക്കൾക്ക് ഇവിടെ ആ പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം കാള കുത്തി കനാലിലിട്ടിട്ട് തന്നെ ചെയ്യലായി അയാള്. നേരെ പോയി കനാലില് വീണ്. അല്ല ആളൊരു സാഡിസ്റ്റിക് ടൈപ്പ്. അയാളൊരു സ്വാമിയല്ല,
എല്ലാ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുക. കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഈ തോന്നിവാസം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഈ ഈ അജപാമണത്തിന്റെ യൂണിഫോമാണ് ആളുടെ. യൂണിഫോം ഇട്, ആരും ഒന്നും ചെയ്യില്ല. മുട്ട് എത്താത്ത വെള്ള വസ്ത്രം, അതുപോലത്തെ താടി, അവിടെ ഒരു കുടുംബമൊക്കെ വെച്ചിട്ട് അല്ല, അത് ആ അവസ്ഥയിലുള്ളവർക്കാവേ, ആ അവസ്ഥയിലുള്ളവർക്കാവാം, ബാക്കിയുള്ളവർക്ക് പറ്റില്ലോ. ബാക്കിയുള്ളത് മനോരോഗമാണ്. ചാടിച്ചു കൊടുന്ന വേറെ ആളുടെ ഭാര്യ കൊടുന്നതാവും. ഈ പറഞ്ഞ സംഭവം എല്ലാം ആയിപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ വേണ്ട നല്ല സന്യാസമല്ലേ, അതൊക്കെ ഈ ദേവൻ സാക്ഷിയല്ലേ. നമുക്ക് അതിൻ്റെ ഒക്കെ ശുദ്ധിയാണ് നമ്മൾ. അത് എഴുതി ആ സ്ത്രീയുടെ ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ട ഇത് ഞങ്ങൾ വാണിംഗ് ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ മറവില്, ഇതിന്റെ ഈ സ്പിരിച്വാലിറ്റിയുടെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹലോ, മാതൃപൂജയൊക്കെ നടത്തുക. ഏറ്റവും വയസ്സായൊരു സ്ത്രീ ഉണ്ടാകും, ഇവരെയൊക്കെ പ്രായമുള്ള അമ്മമാര്, വയസ്സായൊരു സ്ത്രീ നമ്മുടെ ദേവന്റെ സന്നിധി കൊടുന്ന് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും തൊഴുത് നമസ്കരിച്ച് അവര് അനുഗ്രഹം വാങ്ങുക. എന്താ ജാതി ഒന്നും ബാധകമല്ല, അന്യ മതക്കാര് വേണമെന്നില്ല, ഹിന്ദുക്കളായിക്കോട്ടെ. ഒരു ഏറ്റവും പ്രായം ചെന്ന സ്ത്രീ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവര് വീട്ടിൽ പോയിട്ട് കൊണ്ടുവരിക. നമുക്ക് കാറൊക്കെ വരില്ല, ഇവിടെ കൊണ്ടിരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ശരിക്ക് എത്ര നാര്യസ്ഥ പൂജ്യന്തേന ആ സ്ത്രീ നമ്മൾ മാതൃപൂജയായിട്ട് ചെയ്തിട്ട് അവരെ എല്ലാവരും എല്ലാവരും കാല് തൊട്ട് വർണ്ണിക്കുക. ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ദുരിതങ്ങൾ തീരും. മറ്റേതെന്താ കാരണം അറിയോ, ഈ സുമംഗലികളായ സ്ത്രീ, സുമംഗലി അവരും ആ സ്ത്രീ, കാര്യം ഭർത്താവ് ഉണ്ടായിട്ടാണല്ലോ എന്തുണ്ടാവുക, വിവാഹഗർഭം ഉണ്ടായിട്ടുണ്ടാവുക. ഇതൊക്കെ അപ്പോൾ അവരുടെ ആ മനക്ലേശം എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവും. അയാളുടെ മനക്ലേശം, ആ സ്ത്രീയുടെ മനക്ലേശം ഉണ്ടാവില്ല, സ്ത്രീയുടെ മനക്ലേശം ഉണ്ടാവില്ല. പൂർണ്ണലക്ഷണം അതാണ് ആ ചന്ദ്രനും ശുക്രനും. ശരിക്കും അതിനെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട്. അതാണ് ചാകസിംഹ ഉഷയിലൊക്കെ തസ്സേ സൗരേതവാ കുജി പെട്ടിട്ടുണ്ട് തന്നെ പറയുക. ഈ പറഞ്ഞ വസനാപായം വളരെയധികം ഉപദ്രവിച്ച് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അയാൾ പൈസ ഉണ്ടാക്കും. അതിന് ചില വേന്ദ്രന്മാർ നാട്ടിലുണ്ടാവും, അതിനൊക്കെ പറ്റിയ ആൾക്കാരുണ്ടാവും. അന്നേ ഈ പ്രഭുത്വമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. പുറത്തേക്ക് വലിയ ആദർശമൊക്കെ പറഞ്ഞ ഉള്ളിൽ മധ്യവർജന സമിതിക്കാരെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ സമിതിക്കാരുണ്ടാവും. അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടാവും. ഉദ്ദേശം നിധി എടുക്കല, നിധി ഉണ്ട് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി പൂവും പറിക്കാൻ പോകണമെങ്കിൽ എന്ന പോലെ തിരങ്ങി നടന്നുണ്ട്. അതിന് ചില ഈ പറഞ്ഞ ചില മഷിനോട്ടക്കാർ, ജ്യോതിഷക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് ചില. ഇപ്പം ഇന്നലെ മിനിങ്ങായിട്ട് വാട്സാപ്പിൽ കണ്ടിരിക്കുന്നു, മഹാരാഷ്ട്രയിൽ ഒരു കളവ് നടത്താൻ ഒരു ജ്യോത്സ്യൻ മുഹൂർത്തം എഴുതി കൊടുക്കുന്നു. കളവ് നടത്താനേ ഈ ഹനുമാസാമിയുടെ അമ്പലക്കാരൻ ആദ്യം ഉണ്ടായിരുന്ന ആൾ ചെറുപ്പകടുത്തുള്ള ആളാണ്. അയാൾക്കാണ് ഈ ഉന്മാദം വന്ന് പോയാൽ ഈ വിഗ്രഹം എടുത്ത് കൊടുക്കും, സ്വർണ്ണം കൊണ്ട് പോയില്ല. അത് അയാൾ മേടിച്ച് വെച്ചിട്ട് വന്നിട്ടൊക്കെ സ്വർണ്ണമല്ലടാ മേടിച്ച് പെട്ടെന്ന് കാശുകാരനായി. എന്നിട്ട് അതിന് പകരം അവിടെ ഹനുമാസാമിനെ കൊണ്ടുവന്ന് വെച്ചാണ് ഈ വിഗ്രഹം എടുത്ത് കിട്ടി ഇയാൾക്ക്. ഇതിന്റെ പോള് കിട്ടിയതാണ്. ഇതിന്റെ പോള് ഈ അമ്പലത്തിൽ കോഴിക്കുന്നു എന്തോ ഒരു വിഗ്രഹം വെള്ളരിക്കാന്നൊക്കെ ഞങ്ങൾ പറയട്ടാ, സ്വർണ്ണ വെള്ളരിക്ക വിഗ്രഹം ഒന്നാവില്ല. ഹനുമാനൊന്നുമല്ല, ഹനുമാനൊന്നും ലോഹ വിഗ്രഹം ഉണ്ടാവില്ല അന്നത്തെ കാലത്ത് തൊട്ടാണ്. സംഗതി വിട്ടു. പിന്നെ ദുരിതം, ഇപ്പൊ നിധിപ്രപീഡന ദുരിതം, സ്ത്രീ ഹത്യാ ദുരിതം. അല്ലെങ്കിലും ഒരാളൊരു അമ്പലം തുടങ്ങിയാൽ അവിടെ പോയിട്ട് തൊഴരുത്. ആൾക്ക് നിങ്ങൾക്ക് എന്താ അമ്പലം ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അമ്പലം ഉണ്ടാക്കാം, നിങ്ങളുടെ വീട്ടിൽ അമ്പലം ഉണ്ടാക്കാം. അവിടെ പോയിട്ട് തൊഴുതിട്ട് ആൾക്കാർ ക്യൂ നിൽക്കാനൊന്നും പാടില്ല. അതൊക്കെ അത് ആ സംസ്കാരം ഇപ്പോൾ കേരളത്തിൽ കുറച്ചുണ്ട്. ആ പരിപാടിയൊക്കെ നിർത്തണം. കമേഴ്സ്യലാണ്. നമ്മളെ ലോകത്തുള്ള എല്ലാ സ്വാമിമാരെയും എല്ലാട്ടോ പറഞ്ഞത്. ക്ലബിന്റെ ബാക്കിലുണ്ടായിരുന്നല്ലോ, അത് ഓടിപ്പിച്ചതല്ല സ്വാമീനെ. നമ്മുടെ ക്ലബിന്റെ ക്ലബില്ലേ, സ്ഥിരം പൂജ ഞങ്ങൾ ഓടിപ്പിച്ചതാണ്.
ആ അത് അല്ല അതിപ്പോൾ നരസിംഹത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞില്ല. സാളഗ്രാമൊക്കെ ഇതിലുണ്ടാവും, ഈ പറഞ്ഞ സാധനങ്ങളിലുണ്ടാവേ, ഡെപ്പോസിറ്റിലേ. കാരണം രാജാക്കന്മാരുടെ സ്ഥലമല്ലേ. അതെ. ഇതിന് എന്തൊക്കെ കിട്ടി? കല്ലുകൾ കിട്ടിയോ, ശിവലിംഗം കിട്ടിയോ, സാളഗ്രാമം കിട്ടിയോ, എന്തോ ഒരു വെള്ളരിക്ക കിട്ടിയിരുന്നു. അതാണ് മറ്റയാൾ കയ്യിലാക്കിയത്. ആ അതിൻ്റെ അയാൾ പോയി. എന്തായിരിക്കും പ്രസാദ സാധനം? ആ അല്ല, ബുധനെ ശാമീകരം എന്ന് പറയുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് കൂട്ടിയൊക്കെ. അല്ല അതല്ല, ഈ ബുധൻ ധനപതിയായി ലാഭപതിയായി ലഗ്നത്തിൽ നിൽക്കുന്ന യോക്ത്രക ജാലക ബന്ധനധാരി രൗദ്രമുഖോ മകരേ പ്രഥമസ്യ. മകരത്തിൻ്റെ ഇനി അതിൽ ശനി വ്യാഴത്തിൻ്റെ കൂടി സ്ഫുടം കൂടി കൂട്ടുക. രണ്ട് ദൃഷ്ടിയുണ്ട്. എന്തോ ഒരു വിശിഷ്ട വസ്തുവാണത്. അതെ അതെ അതെ. സ്വർണ്ണ സൂര്യനും പറയാലോ. അതെ അതെ. എന്തോ പോയിട്ടുണ്ട്. ഇതില് വല്ല വ്യാഴത്തിന് കൂട്ടിയാ? വ്യാഴത്തിന് കൂട്ടിയാ? അപ്പൊ എന്താ കിട്ടുക? ധനുവിന്റെ ആദ്യത്തിന്റെ എന്താ അതിലേക്കാണ് പറയാ? അശ്വസമാനകായ ധനുർവൃഷ്യായതം ആശ്രമസ്ഥ ക്രതൂപയോജ്യാനി തപസ്സിനശ്ച രക്ഷത്യഥാദ്യോ ധനുഷപ്രതിഷ്ഠ. അല്ലേ? അതെ. അല്ല അതല്ല, ഇതിലേക്കാണ് പറയും. മനുഷ്യവക്ത്ര, വക്രം എന്ന് പറഞ്ഞാൽ മുഖാണ്. അശ്വസമാനകായ ധനുർവികൃഷ്യായതം ആശ്രമസ്ഥ ക്രതൂപയോജ്യാനി തപസ്സിനശ്ച രക്ഷത്യഥാദ്യോ ധനുഷപ്രതിഷ്ഠ. അതാണ് ധനു, അല്ലേ? അപ്പോൾ ഈ ധനു എന്ന് പറയുമ്പോൾ രാജസന്നിധിവാസശീല സമരോത്സുക സഹായാഭ്യർത്ഥി കുജാംസ. ആ അതെ. അല്ല പിന്നെ അതൊന്നേ വേറൊരു കാര്യം. ഈ മൂർധാസ്യകളാസ്കന്ധ ഹൃദയോദര വസ്തുദേശുഖ്യാനി പൂരൂജാനൂജംഖ്യൈ പാദോഭാവാക്രമ ദിലഗ്നാദ്യാഹ എന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു രാജകുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ശിരോലങ്കാരാണത്. ഒരു ശിരോലങ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവർ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ശിരസിൽ വയ്ക്കുക കിരീടമായിട്ടുള്ള സാധനമാണ്. തലയിൽ ഇങ്ങനെ വയ്ക്കുകയല്ല. അപ്പോൾ ഒരു അതിൽ രത്നങ്ങളൊക്കെ പതിച്ച് ആ സാധനം ഈ ശനി മോഷണകർത്താവാണ്. ഒരു സ്ഥലത്തു നിന്ന് മോഷണം പോയി അത് ഈ സ്ഥലത്ത് കൊണ്ടുവന്നിച്ച് വെച്ചിട്ടുണ്ട് എന്ന ആ ഖ്യാതി അറിഞ്ഞിട്ട് അതെടുത്തതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് കിരീടമാവാം, ശിരോലങ്കാരാവാം, അരപ്പട്ടയാവാം, ഒരു ആഭരണമാണ് സംഭവം. സ്വർണവും രത്നങ്ങളും പതിച്ചതാണ്. മരതകം, മാണിക്യം, മുത്ത് മുതലായ വെച്ചുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഈ വീരപ്പന്മാരൊക്കെ വന്നിട്ട് അതെടുത്ത് കൊണ്ടുപോയിട്ടാണ് മറ്റയാൾ കാശി തരുന്നത്. കേട്ടോ, അതാണ് സംഭവം. നമുക്ക് എന്തായാലും ദേവസ്വാപഹാരത്തിന് ഒരു പ്രായശ്ചിത്തം ഇവിടെ തന്നെ ചെയ്താൽ മതി. ഒരു ചെറിയ വെള്ളിയുടെ പാത്രം, ആ വെള്ളിയുടെ പാത്രം ഇവിടെ മലര് നേരിക്കുക. ഇവിടെ ഇപ്പോൾ എന്ത് പാത്രത്തിലാണ് മലരൊക്കെ നേരിക്കുക? സാധാരണ സ്ഥിരമായിട്ട് മലര് നേരിക്കും. അതത്ര വന്ന് അതിൽ നേരിക്കും, മലര് നേരിക്കും. അതാണ് സാധനം കേട്ടോ. അതിപ്പോൾ ഒരു കൊട്ടാരത്തിൽ നടന്ന സാധനം ധനുരാശിയാണല്ലോ. കൊട്ടാരത്തിൽ നടന്ന അവിടുന്ന് കട്ടുകൊടുന്നതാണെന്ന് അർത്ഥം. എവിടെ? ആ ഒരു കോലോത്തുനിന്ന് കട്ടുകൊടുന്ന സാധനം. അത് ഇവിടെ ഉണ്ടെന്ന് അറിയാം. അത് വന്നു, അവരെടുത്തു, അതെടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തു. അല്ലാതെ ഹനുമാനൊന്നും അല്ലത് കേട്ടോ. ഹനുമാനൊന്നും അല്ല. കുരങ്ങനെ തച്ചെന്ന കേസ് വേറുണ്ട്. ഹനുമാനിന് പ്രാചീന ആചരണങ്ങളിൽ ഈ രൂപമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബുധനെന്താ? വേറെന്താ നോക്കാം? ബുധന് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ പിന്നെ ഈ സ്ഥിരേതു ഭവനെ വിദ്യേഷു ഗോപാലക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടോ? ഇതിപ്പോ വേലൂര് പുതിയ ഒരു ദുർഗമ്മ ക്ഷേത്രം, അവിടെ കൃഷ്ണപ്രതിഷ്ഠയുണ്ട്. അല്ല ശ്രീകൃഷ്ണന്റെ അമ്പലം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ഏത് ഭാഗത്തായിട്ട്? ക്ഷേത്രം
അതില് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ആ അത് കുറൂര് മനയ്ക്ക് പെട്ടതാണോ? കുറൂര് മനയുടെ ഇതാണ് ആ ആ ആ ദേശത്ത് തന്നെ ഒരേ ദേശത്ത് കുറൂരമ്മ ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഈ വഴി നേരെ തയ്യൂര്. ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ എന്തെങ്കിലും അവിടെ ഒരു നെയ്വിളക്കിന് കൊടുക്കണം കേട്ടോ. അവിടെ ഇതുപോലെ പ്രശ്നത്തിൽ പറഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട് അവിടെ കുറൂരമ്മ പണ്ട് അഷ്ടമിരോണിക്ക് കൊടുത്താൽ താമ്പൂല പ്രശ്നം നടത്തിയിട്ടേ അവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ അവസാനിപ്പിക്കണം അത് പറയേ. ആ അല്ല ഉറപ്പിച്ചത് പറഞ്ഞു മനസ്സിലാക്ക്. കുറൂരമ്മയുടെ കുറൂർ ഇല്ലത്ത് ശ്രീകൃഷ്ണനെ വെച്ച് പൂജിച്ചിരുന്നു. ആ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അവിടെ എന്ത് ചെയ്യണം പറയും? വെള്ളത്തിലൊരിക്കലും എന്തെങ്കിലും ചെയ്യണ്ടേ? നെയ്യ് വിളക്ക് വെക്കും. ശ്രീകൃഷ്ണ ജയന്തി ദിവസം കുറച്ച് നെയ്യ് കൊണ്ടിട്ട് ആ വിളക്ക് വെക്കും. എന്തെങ്കിലും പുറകെബന്ധമുണ്ടാവാം അവിടെ ചതുഷ്പാദ്രാശിയായിട്ട് ചന്ദന കേന്ദ്രത്തിലേക്ക് കൊണ്ട് പിന്നെ ശനിയുടെ കേന്ദ്രത്തിലുണ്ട്. അപ്പൊ എന്തെങ്കിലും ഈ പാലോണ്ട് എന്തെങ്കിലും അവിടെ എന്താ വിളിച്ചത്? പക്ഷെ നെയ്വിളക്ക് പ്രധാനമാണ്. പാല് നേദിക്കാം, അപ്പം നേദിക്കാം. ചിലപ്പോ ഇത് ഈ കുറൂരിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ആ ഇല്ലക്കാരാവാം. അവരുടെ ആ ഒരു ഇതായിട്ട് ഈ കുറൂരമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. കൃഷ്ണൻ ഈ ഭഗവാന് പൂജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അപ്പം ഒക്കെ ഈ ഉണ്ണി തന്നു എന്നാണ് എടുത്തുന്നു. അത്ര ഉണ്ണിങ്ങനെ എടുത്ത് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി എടുത്തിട്ട് ഒരു കൊട്ടയിലാക്കി വെച്ചു അപ്പം കക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ വന്നപ്പോൾ പൂജ തുടങ്ങിയപ്പോൾ കേട്ടിട്ടുണ്ടാവുകളൊക്കെ. പൂജ തുടങ്ങിയപ്പോൾ ഈ പൂവൊക്കെ പോയിട്ട് ഈ കൊട്ട തുടങ്ങി പോവാണ്. അപ്പോഴാണ് ഇത്ര കുറൂരമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ഉണ്ണി മറ്റേ ആളാണെന്ന്. അപ്പോൾ ശരിക്കും അപ്പാണ് കണ്ടിട്ടാ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിക്കേ നമ്മുടെ ക്ഷേത്രമൊക്കെ കുറച്ച് അപ്പം ചെയ്യാൻ പറയുക. അത് അവിടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് അപ്പം കൊടുക്കുന്നത് സന്താന ശ്രേയസിന് നല്ലത് വേണം. ഉണ്ണി തിരുവോണം ഊട്ടുന്നാ പറയുക. തിരുവോണത്തിന് അത് വേണ്ട. നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് മതിയേ ആ വേണമെങ്കിൽ അവിടെ നേരിച്ച് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ തന്നെ വരുന്ന തൊഴാൻ വരുന്ന കുട്ടികൾക്ക് അവിടെ കൊടുക്കാൻ പറഞ്ഞാൽ മതി. അമ്പലം വക ആയിക്കോട്ടെ. അതായത് അതായില്ലേ ഇനി ബാക്കി പറയും. വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് ഗുരുവായൂർ മേശാന്തി ആയിരുന്ന പൂജ ഉണ്ടായതുകൊണ്ട് അത് വൈശിഷ്ട്യം പറയാവുന്ന. അപ്പൊ ഗുരുവൻ തന്നെ ആവുന്നത് അതെ ഗുരുവായൂരപ്പനായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സ്ഥലം എന്നുള്ളൊരു അല്ല. ഭഗവാന്റെ ചരിത്രത്തിൽ കുറൂരമ്മയെ പോലെ വേറെ അതും വില്ലുമംഗലത്തിനും പറ്റിയതാണ്. വില്ലുമംഗലം കുറൂരമ്മയുടെ അടുത്തേക്ക് അല്ല കുറൂരമ്മയുടെ അടുത്തേക്ക് പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞു. വില്ലുമംഗലം അന്ന് പൂജയ്ക്ക് വന്നില്ല. വേറെ എവിടേക്കോ ആരോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ പൂജയ്ക്ക് ഈ പറഞ്ഞ മാതിരി പൂജ ശരിയാവണില്ല, ഒന്നും കാണാനില്ല എന്നാണ്. അപ്പോഴാണ് ഇത്ര ഓർമ്മ. എന്ത് ഇവിടെ എല്ലാം ഒരുക്കി വെച്ചു. വല്ലാതെ വിഷമായി, ഭക്ഷണം കഴിച്ചില്ല. അവിടെ ചെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത് ശരിക്ക് പുഷ്പം കാണാനില്ലെന്നോ അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും അവിടുന്ന് ഓടി വന്നു എന്നാണ് അവിടെ ഇടയ്ക്ക്. ആ കുറൂർ ഇല്ലത്തേക്ക് ഇവരെ ഏടി കഴിച്ച് കൊടുത്ത സ്ഥലം പിന്നെ ചെപ്പളശ്ശേരിക്ക് അടുത്ത് പിന്നെ എന്താണ് എന്തായാലും പേര് പ്രയന്നൂർ മന. പ്രയന്നൂർ മനിക്കുന്നതാണ് അവിടെ കൊടുന്നതാണ്. അതാണ് കുറൂർ എന്നറിയപ്പെടാൻ കാരണം. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടേ അതേമാതിരി കുറൂരമ്മ ക്ഷേത്രം. പക്ഷേ അവിടെ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ വളരെ ഐതിഹ്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ഈ കുറൂര് ദേശത്തിന്. അപ്പം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. അവിടെ ആരാള്ള ഇല്ലത്ത്? അല്ല അല്ല ആരാള്ള അതിൻ്റെ ഉടമസ്ഥന്മാരാരാ? അപ്പൊ അമ്പലത്തിൽ കൊടുത്താൽ മതി. അല്ല അതായിക്കോട്ടെ. നമ്മളാ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നിങ്ങൾ കുറച്ച് അപ്പവും നെയ്വിളക്കും ചീട്ടാക്കുക. അവിടെ നെയ്യ് അവിടെ കൊടുക്കുക. അപ്പം അവിടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറയും. കാരണം എന്താ അല്ല ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം അനുഗ്രഹമില്ലേ നാട്ടിലെ കുട്ടികൾക്കൊന്നും യാതൊരു സൂക്കറും ഉണ്ടാവില്ല. ആ പിന്നെ ഇവിടെ അങ്ങനെയല്ലേ ഇല്ലങ്ങളിലൊക്കെ ഈ തിരുവോണം സാമ്യം വേറെ ഉണ്ട്. ആ ക്ഷേത്രവും അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ജനകീയ കമ്മിറ്റി ഉണ്ടായി വിതരണം ചെയ്യുന്നത്.
അത് രണ്ടും ഏകദേശം ഒരേ സമയത്ത് ഇല്ലായിട്ട് ബന്ധപ്പെട്ട ഈ നടക്കണതും ഒരു കൊല്ലത്തെ വ്യത്യാസമില്ല. ഏയ് അതൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. നമ്മുടെ തങ്കമണി ടീച്ചറുടെ മോനാണ് അതിന്റെ ചെയർമാനൊക്കെ ആയിട്ടുള്ളത്. അവരോട് പറയൂ, ഞങ്ങളിവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ ബുധനെ അഞ്ചാം മാസത്തിൽ ബുധനെ മന്ത്രവാദം ചെയ്യണമെന്ന് അത് പറയുന്നത്. അതിപ്പോ ഇവിടെ ഈ സ്വാമിമാരെ അതൊക്കെ അത് ആരെങ്കിലും വന്നിട്ട് ഈ തേരെ മറ്റു പരിപാടികൾ വ്യാപാരം എന്തെങ്കിലും കൊണ്ടിട്ട് ഇതിങ്ങനെ കുറെ പേര് സ്ഥിരം ഇവിടെ ഇതിന്റെ അവിടെ ഒന്ന് പൂജിക്കാറുണ്ട് പണ്ട്. ഇഞ്ഞി കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു മറ്റേ കല്ലാറ്റുളപ്പിലും കൂടെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ നമ്മളിവിടുന്ന് പേരേറ്റ ആളാണ് സ്ഥിരം ഇവിടെ കാവടിയൊക്കെ തുടങ്ങി വെക്കുന്നതിൽ പ്രധാന കണ്ണി വെച്ച ആളാണ്. ആ ഭദ്രകാളി ക്ഷേത്രം മണിക്കാവ് മണിമലക്കാവ്. പിന്നെ 17,00,000 ഇതില്ലേ അതിൽ പെട്ടാണ് ഈ പിന്നെ സ്ഥാനം മൃഗേന്ദ്രസ് തുങ്കദേശം ഗോക്ഷേത്ര ദേവദ്വിജവാസ ഭൂമി എന്ന് പറയുമ്പോൾ ഈ മലയന്മാരോ മലയരയന്മാരോ ഇതിൽ താമസിക്കുന്ന ഒരു സ്ഥലം ഇവിടെ എടുക്കുന്നു. പുതിയ ഭാഷയിൽ ആദിവാസി. അത് അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാവണം. അല്ല പണ്ടുണ്ടാവും. ഈ കല്ലടിക്കോട് എന്ന് പറയണ മാതിരി കുണ്ടത്തിക്കോട് മലബാരം അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാവണം അവിടെ. അത് ഈ മലയുടെ മുകളിലാവണം. ഏതാണ് ഈ ശ്രീമൂലസ്ഥാനം എന്നൊക്കെ പറയുന്ന തുങ്കസ്ഥേ വനശൈല ഗോകുലരതി. അപ്പോൾ ഇതിന്റെ മുകളിൽ ആ വിഭാഗക്കാരെ ആരാധിച്ചു ഈ ദേവനെ തന്നെ കൈരാതകലയും പാർവതിയായിട്ട് ഒരു മലബാരമൂർത്തിയുടെ സങ്കേതം മുകളിൽ. അതാണ് ആ ഭാഗം എന്ത് ചെയ്യുക, പിന്നെ ഒരു തറയൊക്കെ കെട്ടി നമ്മൾ ശരിക്കും അന്നത്തെ പ്രശ്നത്തിൽ അവിടെയാണ് ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ചത്. പക്ഷെ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി. അതായത് അത് തെറ്റില്ല യാതൊരു. പക്ഷെ നമുക്ക് ആ സ്ഥലം സംരക്ഷിക്കണം. അവിടെ ഇപ്പം എന്താ വൃക്ഷമുള്ളത്, എന്താ മരം എന്തെങ്കിലും റബ്ബറൊന്നുമല്ലല്ലോ. റബ്ബറാണ് ഇപ്പൊ ഉള്ളത്. ഏറ്റവും മുകളിൽ റബ്ബറല്ല. അല്ല ഈ പറഞ്ഞ സ്ഥലം അവിടെ ഇപ്പം എന്താ പാതൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ? അവിടെ പാറയാ, വിരിച്ച പാറയാ. അതിവിടെ അത് ഇതിന്റെ തൊട്ട് മുകളിലാണ്. അതിന്റെ മുകളിലോ? അതിന്റെ മുകളിൽ ഏറ്റവും നിലവില് ഈ ശീമപ്പൊന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ആ കാട്ടണ്ണക്കര മഞ്ഞപ്പൗട്ട അതന്നെ. അല്ലാതെ ഇപ്പൊ നമുക്കവിടെ ഏതൊരു സ്ഥലം ഉണ്ടോ? സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ ശ്രീനിവാസേട്ടൻ എന്ന് പറഞ്ഞ ഈ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ സ്ഥലമാണത്. ഇപ്പൊ ഒരാൾ അന്വേഷിക്കാനും പിടിക്കാനൊന്നുമില്ല. ഒരു 2 ഏക്കർ അവിടെ അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അത് അവര് വിറ്റു ഒരാൾക്ക്. പക്ഷെ അയാൾക്ക് ഇതുവരെ ഒക്കിപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഇതിൽ പറഞ്ഞ വനദുർഗയ്ക്ക് വഴി ഈ സൈഡിൽ നടന്ന് കണ്ട് നമ്മൾ കയറാറില്ല. അല്ല ഈ പറഞ്ഞ വനദുർഗ എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും ഈ മലബാരമൂർത്തിയാണ്, മലൻകുറത്തിയാണ്. അത് അവിടെയാണ് മുകളിലാണ്. അവിടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ വള്ളിയും ഒക്കെ ആയിട്ടേ കൊല്ലത്തിലൊരിക്കൽ സാധാരണഗതിയിൽ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഓണാണല്ലോ. ഈ മലയരുടെ ആരാധനയാണ് ഈ ശബരിമലയിൽ. എന്താ അവിടെ പൊന്നമ്പലം വീട്ടിലൊക്കെ ഇല്ലേ സംക്രമ പൂജയാണത്. സംക്രമത്തിനാണ് ഇവിടെ ഈ സൂര്യൻ കാലാത്മാവിനൊക്കെ മനസ്തുവിനൊക്കെ സത്വം കുജജ്ഞയോ കാലാത്മാവാണ് സൂര്യൻ. ആ സൂര്യൻ്റെ രാശിയിലേ കിട്ടിയത് അല്ലേ? ആ സൂര്യൻ്റെ ശരിക്ക് പിന്നെ ഈ അയനത്തിൻ്റെ മധ്യം മേടമാസമോ തുലാമാസമോ. തുലാമാസം 1-ാം തീയതിയോ 2 വിഷുവാണല്ലോ. സമരാത്രിയും ദിവേകാലെ വിഷുവത്തെന്നാണ്. അപ്പോൾ ഒന്നുകിൽ തുലാമാസം 1-ാം തീയതി അല്ലെങ്കിൽ മേടമാസം 1-ാം തീയതി അവിടെ പോയൊരു വിളക്ക് കത്തിക്കുന്നതല്ലതാണ്. അവിടെ ഈ പാർവതീ ദേവിയെ അന്നത്തെ ഈ പറഞ്ഞ മലയരയന്മാരെന്നോ മലവേടന്മാരെന്നോ പറയുന്ന ആദിവാസി സമൂഹം അവരെ സമ്പ്രദായത്തിൽ പൂജിച്ചിരുന്നു. നടന്ന് കയറാം. അല്ലാതെ ക്ഷീരോപേതാം സ്ഥിരവിരണ കണ്ഠകാട്യാംശ ഭൗമ വാഗീശജ്ഞോ സഫല വിഫലവും
പുഷ്പവൃക്ഷാംസ് ശുക്ര. നമ്മുടെ ബുധനും സൂര്യനും ചന്ദ്രനും ശനിയുണ്ട്. 4 ഗ്രഹങ്ങളുടെ ബന്ധമല്ലോ. അപ്പോൾ 2 പൂർണ്ണഗ്രഹങ്ങളല്ലേ. സൂര്യനും ശനി. അപ്പോൾ ഒരു 2 പ്രധാനപ്പെട്ട മരങ്ങൾ, 2 മരം ഒന്നിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു മരം അവിടെ കാണും. പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കുറെ മരം. അല്ല, മുമ്പ് ഉണ്ടാവണം എന്നർത്ഥം അന്നേ. എന്നിട്ട് പിന്നെ എന്തുണ്ടാവാം? ഒരു ശരിയില്ല, പാറയും പാറയുടെ മുകളിൽ പാറയുണ്ട്. ഓക്കെ, അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വേറെയുള്ള സൂര്യൻ എന്താ പറയുന്നത്? ശാസ്ത്രീയമായിട്ട് സന്തസ്സാരാൻ ജനഗതി രവി ദുർഭകാൻ സൂര്യസൂര്യൻ ക്ഷീരോവേദം സുഹിനകിരണം കണ്ഠവാട്യാംശ ഭൗമ വാഗീശജ്ഞോ സഫല വിഫലം. അപ്പോൾ വിഫലം എന്ന് പറഞ്ഞാൽ വാഗീശജ്ഞൻ, ഇങ്ങനെ വിഫലല്ലേ. അപ്പോൾ കായയില്ലാത്ത ഒരു മരം, ഒരു പാറയും കായയില്ലാത്ത ഒരു മരവും, പിന്നെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വള്ളിയും, ക്ഷീരോപേദം ഒരു പാലുള്ള മരവും. അപ്പോൾ ഒരു പാറയുടെ അടുത്ത് ഒരു കായയില്ലാത്ത കാട്ടുമരവും അതിൽ ചുറ്റി ഒരു വള്ളി തോന്നിയിട്ടുള്ളതായ രീതിയിൽ ഒരു സങ്കേതമാണെങ്കിൽ അതായിരിക്കും ഇവരുടെ ഈ പറഞ്ഞ മറ്റേ ഉയരം കുറഞ്ഞ മറ്റേ ഇപ്പോഴത്തെ പുതിയ എന്ത് മരങ്ങളെന്ന് പറയാം, നമ്മൾ വലിയ മരങ്ങളൊക്കെ ചെറിയ രൂപത്തിലായി ബോൺസായി. ബോൺസായി ആ ടൈപ്പ് ഒരു സാധനം പാറയുടെ മുകളിലുണ്ട്. ഈ പാറയ്ക്ക് ചതുര സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ട് കയറിയിട്ടോ, ഒരു 20 കൊല്ലം ഉണ്ടാവും ഞാൻ അതിൻ്റെ മുകളിൽ. ഇതിൽ അവിടെയാണ് ഈ സ്ഥലം, അവിടെയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. അതൊരു ബോൺസായി ടൈപ്പ് ഒരു മരം പാറ പരിച എന്നാ പറയും, പരിച പോലത്തെ ഒരു സാധനം. കശുമാവ് ഉണ്ടായിരുന്നു. ഈ റബ്ബർ വരുന്നതിന് മുമ്പ് കശുമാവ് ഉണ്ടായിരുന്നു. കശുമാവ് പത്ര വഴക്കില്ല, കുറച്ച് സാരി കൊടുത്ത സാധനം അതൊരു 200 വർഷം. ഒരു വട്ടന ആ മരത്തിന്റെ ആ പാറയുടെ മുകളിൽ ശ്രദ്ധിക്കാൻ, അത് ആ പാറയുടെ മുകളിൽ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതില്ല, എന്തില്ല, പരുവ അല്ല പരുവ എന്നിട്ട് മരം കിട്ടാം. ആ മരത്തിന്റെ ഇല ആടുകൾക്ക് പ്രിയ. കാട്ടാടുകൾ ആ മരത്തിന്റെ ഇല കഴിച്ച പാലുണ്ടാവുക. പരുവ മരം, അത് ശരിയാ. പരിയും പരുവൊക്കെ തന്നെ. കൊട വിരിച്ച മരം അതവിടെ പണ്ട് കണ്ടിട്ടുണ്ട്. അതിപ്പോ ഉണ്ടോന്ന് പോയി നോക്കാം. നമുക്ക് വേണമെങ്കിൽ പോയാലല്ല, അത് പറയണേ, പോയി നോക്കി ആ പാറയും ആ മരവും സംരക്ഷിക്കുക. അതങ്ങനെ പോയില്ല അത്ര. പാറയുടെ ഏതാണ് ഈ ആട് അതിന്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറും. ആട് കയറാത്ത സ്ഥലമില്ല, ആട് കടിക്കാത്ത മരം. ആടിനും ഈ പരിയുടെ ഇല പൊട്ടിച്ചു കൊടുക്കാറുണ്ട്. ആടാണ് കാര്യമായിട്ട് ഈ ഭക്ഷണം. ആടിനാവിനും ഉണ്ടാവും. 2-3 പ്രധാന വൃക്ഷങ്ങൾ ഈ പറയുന്ന, പിന്നെ എന്താ പറയുക, ഇരിപ്പ, പെരുവ, ഇതൊക്കെ അപൂർവ വൃക്ഷങ്ങളാണ്. അപ്പോൾ ഈ പാറപ്പുറത്തുള്ള എവിടെയാണോ പെരിയ എന്താ പറഞ്ഞു, പരിയ മരം എങ്കിൽ അവിടെയാണ് ഇവരുടെ ദേവാരാധന ഉണ്ടാകുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ ഈ ദേവതകൾക്കും പിതൃക്കൾക്കും ഒപ്പാണ് അവരുടെ കർമ്മം. അത് ചെയ്യുക ഈ പറഞ്ഞ മേടത്തിലെ വിഷു എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ പതിക്കുന്ന ദിവസം. തുലാത്തിലെ വിഷു എന്ന് പറഞ്ഞാൽ സൂര്യൻ നേർരേഖയിൽ വരുന്ന സമയമാണ്. ഇതാണ് 2 വിഷു. അപ്പോൾ ഒന്നുകിൽ തുലാസംക്രമത്തിനോ അല്ലെങ്കിൽ മേഷസംക്രമത്തിനോ, സംക്രാന്തി എന്നറിയില്ലേ, ആണ് ഇവിടെ ഈ വിളക്ക് വെക്കേണ്ടത്. നമ്മളിപ്പോൾ ഗിരിവലം പറഞ്ഞ മാതിരി ഈ ദിവസം ഒരു വിളക്ക് വെക്കുക. അവിടെ വേണമെങ്കിൽ ചരാതുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കർപ്പൂരമൊക്കെ കത്തിക്കുക. തുലാത്തിൽ വളരെ പ്രധാനമുണ്ട്. അതായിരിക്കാം പിൽക്കാലത്ത് ഇവിടെ ഈ തുലാമാസത്തിലെ വാവിന് പ്രാധാന്യം വരാനുള്ള കാരണം. അവരുടെ പിതൃക്കൾക്കും പിന്നെ അവരുടെ പൂർവികന്മാർക്കും അവരുടെ തുടങ്ങി വെച്ചത് അങ്ങനെയായിരിക്കാം. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള ആളുകൾ വെറുതെ ഒന്ന് വലിയിട്ട് പോകും. അന്നൊരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. തുങ്കദേശ അതന്നെ ഗോക്ഷേത്ര ദേവദ്വിജവാസ ഭൂമി. അവര് നമ്മളെ പോലെ പായസവും പിന്നെ പഴമൊന്നും ആവില്ല. അവരുടേതായ ചില വൃക്ഷങ്ങളുണ്ട്, അല്ല അവരുടേതായ ചില ആഹാരങ്ങളുണ്ട്. ആ ആഹാരങ്ങളാണ് കൊടുക്കുക. ഇപ്പം മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ചേർത്ത ആഹാരം അവർക്കുണ്ടേ. ആർക്ക്? ആദിവാസികൾക്കേ അവരുടേതായ ചില രീതികളുണ്ട്. നമ്മൾ പറയില്ലേ, പറയാൻ പാടില്ല, ഞണ്ടും ഞൗഞ്ഞൊക്കെ പറയാറില്ലേ. അതൊക്കെ കാട്ടിൽ നിന്ന് കിട്ടുന്ന മരങ്ങളും പിന്നെ അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സാധനം കൂടി അവരുണ്ടാക്കുന്നുണ്ട്, അറിയാലോ. എന്താ? തേൻ. അതെ, തേൻ തന്നെ. പിന്നെ മറ്റത് വേറെയാണല്ലോ. അപ്പോൾ തേന് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ക്ലിയറായിട്ട് കിട്ടുന്ന തേനല്ലേ.
അപ്പോൾ അവരെ ഏറ്റവും വിശിഷ്ടമായ സാധനങ്ങൾ അവരുടെ ദേവതയായ മലനായടിക്കും മലമ്പുറത്തേക്കും കൊടുത്തു കാണാം. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. നമുക്കിഷ്ടമുള്ളതേ ആ സാധനം തന്നെയാണല്ലോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമ്മൾ നിശിഷ്ടമാണെന്ന് തോന്നുന്നതിന് നമ്മൾ ശ്രേഷ്ഠമായി കാണുന്ന ഒന്നാണ് ഈ തേൻ. കാരണം കാട്ടുതേൻ കാട്ടിൽ മരത്തിൻ്റെ മുകളിൽ അല്ലേ തേനീച്ചയുടെ കൂട് പിഴിഞ്ഞുണ്ടാക്കുന്ന സാധനമാണ് എവിടെ ത്രിപതിരായിട്ട് ഭഗവാൻ നേദിക്കണത് അല്ലേ? അട എടുത്തിട്ട് പിഴിയണം. അങ്ങനെയല്ലേ അല്ലേ? നാട്ടിലൂടെ മേയുന്ന പശുവിൻ്റെ തോലിൽ നിന്നാണെന്ത് ചെണ്ട ഉണ്ടാക്കുന്നത് അല്ലേ? അതിൻ്റെ ആമാശയത്തിൻ്റെ ഇതുകൊണ്ടാണത് ഇടയ്ക്ക ഉണ്ടാക്കുന്നത്. പോത്തിൻ്റെ തോല് കൊണ്ടാണെന്ത് മദ്ദളം ഉണ്ടാക്കുന്നത് അല്ലേ? അതാണ് അമ്പലങ്ങളിൽ കൊട്ടുന്നത്. നോക്കണം, ആ ശുദ്ധി വരുത്തുകയാണ്. ആ പാട്ട് കിട്ടണമല്ലോ. ആ പാട്ട് വേറെ ആരും പാടില്ല. പക്ഷേ മനസ്സിലായോ? അപ്പോൾ ആ വിഷയമില്ലേ രണ്ടാമത്തെ അതായില്ലേ? ഇനി എന്തെങ്കിലും പറയണ്ട. സൂര്യനും ശനി പരസ്പര ശത്രുക്കളായിട്ട് രണ്ടും സ്വക്ഷേത്ര ഭഗവാനായിട്ട് പരസ്പര ദൃഷ്ടി നിൽക്കല്ലേ. അല്ല, അത് 7ാം ഭാഗത്തിൽ നോക്കാൻ കൈരാത കല ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇത് ആദ്യമായിട്ടില്ലല്ലേ? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ധാരാളം ഇല്ലേ പാത്രങ്ങളൊക്കെ ഇല്ലേ? എന്ത് പാത്രം? നേദ്യത്തിനുള്ള ഓട് പാത്രമുണ്ട്. നേദ്യം വെക്കാൻ എന്താ ഉറിയില്ലേ? കൽവിനി പാത്രത്തിൽ നിന്ന് വെക്കില്ല. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ദേവനുള്ള ക്ഷേത്രത്തിന്റെ ഉള്ളിലല്ലേ പാത്രങ്ങൾക്ക് കേടുണ്ടെങ്കിൽ 2 ലക്ഷം ചുമ കാണിക്കുന്നുണ്ട്. വിളക്കുകളൊക്കെ പൊട്ടിയാൽ മാറ്റണം. 2 സാധനങ്ങൾക്ക് കേടുണ്ട്. പൂജാപാത്രങ്ങൾ മാറ്റണം. ശ്രദ്ധിക്കണം. ഭിന്നം തസ്മിൻ ധനസ്തി. ഭിന്നം പൊട്ടിയതുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. പൊട്ടിയത് മാറ്റുക. ഉരുളിയിലെ നേദ്യം ഉണ്ടാക്കാവൂ. ഓട്ടുപാത്രത്തിൽ നേദിക്കണം. ഇവിടുത്തെ പാത്രങ്ങൾ വേറെ എവിടേക്ക് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാൻ ഈ 2 രൂപ. പിന്നെ ഇതിൽ കമ്മിറ്റിയിലൊക്കെ വന്നിട്ടൊന്ന് കൊളാക്കി പോയത് ആരാ? ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി തർക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തർക്കമുണ്ടായി. കാശ് കൊണ്ട് മുങ്ങിയാ? കാശൊന്നും കൊണ്ടുപോങ്ങിയില്ല. എന്തുണ്ടായി? ആളുടെ അധികാരം കുറേ ഉണ്ടോന്ന് തോന്നിയിട്ട് പുതിയ ആളുകള് രംഗത്ത് വന്നപ്പോ വാക്കുണ്ടാക്കിയ ആളുകളെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കലഹം വിവാദം കോടതിയിലൊന്നും പോയില്ല. ആരെ കോഴി ഉടമസ്ഥന്മാരെ? കോഴി ഉടമസ്ഥൻ അയാൾ തൊടുകൂടി അയാള് പെരുമ്പാവൂക്കാരനാണ്. അവർ വലിയ തമിഴ്നാട്ടിൽ നിന്ന് പാല് കൊടുന്ന് കേരളം മുഴുവൻ കൊടുത്തിരുന്ന ഒരു വലിയ പാലാഴി എന്തായാലും ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ക്രഷർ ഉണ്ടായിരുന്നു. അവസാനം ഏത് വന്ന് പാൽ കമ്പനി കൂട്ടി ക്രഷർ കൂട്ടി ഫാം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഇഷ്ടമിളക്കി കടം പൊട്ടി പാടം പൊട്ടിച്ചു. അപ്പോൾ ഞങ്ങൾ നിർത്താൻ പറഞ്ഞത് പറ്റില്ല. അപ്പോൾ എന്നെ നിർത്താനായിരിക്കില്ല. മെഷീനറിയൊക്കെ പെടണ്ടോ? അല്ല, അവരിത് കൊടുത്തിട്ട് പോയി. ആ കോറിയിലാണ് 3 ആൾ വരുന്നത്. അല്ല, പിന്നെ ഇപ്പോഴുള്ള കോറിപ്പാര നടത്തണം. പിന്നെ എന്ത് ചെയ്തു? അവിടുത്തെ മെഷീനറിയൊക്കെ പ്രഷർ അവര് പുറത്തുനിന്ന് കല്ലുകൊടുന്ന് അടിക്കുക. അത് പ്രഷർ കുറേ കല്ലയാ. അപ്പൊ ഇവിടുന്ന് പൊട്ടിക്കാൻ പറ്റില്ല. ഇനി പൊട്ടിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളിവിടെ വിട്ടിട്ട് അത് അതിന്റെ സ്ഥിരമായി അടക്കം വെച്ചത്. അടിവരട്ട് 7 കോറി ഉണ്ട് അതിനകത്ത്. 1, 2 എണ്ണം 7 എണ്ണം. ഈ കല്ലൊക്കെ കർഷകർക്ക് കൊണ്ടുവരുന്നു. 50 അടി താഴത്തേക്ക് പെരുമ്പാവക്കാരെങ്ങനെ ഇവിടെ തൊട്ട് ഇവരെല്ലാം മുഴുവൻ കള്ളപ്പട്ട എടുത്തിട്ട് ഈ രാജ്യത്ത് മുഴുവൻ കോറി നടത്തണേ. ഇവിടെ 5 ക്രഷറുള്ളത് 5 പെരുമ്പാവക്കാരാ. ഈ ഭാഗത്ത് മുഴുവൻ ഇതുപോലുള്ള സ്ഥലം വാങ്ങിക്കുക. പട്ടയം കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, ശരിക്കും അതിൽ പാറ പൊട്ടിക്കാൻ പാടില്ല, നിയമവിരുദ്ധ. അത്തരം സ്ഥലം എടുക്കുക, പൊട്ടിക്കുക, ക്രഷർ നടത്തുക. PP തങ്കച്ചൻ്റെ മോൻ ഒരെണ്ണം. ഇപ്പുറത്ത് ഇത് ഒക്കെ പഴയ മന്ത്രി ശർമ്മയുടെ ബിനാമി പാർട്ട്ണർ ഒരു എന്തായാലും മുസ്ലിമിൻ്റെ പേര് കരീം. അങ്ങനെ ഒക്കെ വലിയ വലിയ നേതാക്കന്മാരുടെ സംവിധാനങ്ങളാണ് ബിനാമികൾ. 2ാം ഭാഗം ലഗ്നാധിപന്റെ യോഗമുള്ളതുകൊണ്ട് ഈ കമ്മിറ്റി ദേവന് ഇഷ്ടമാണ്. ദേവനാണ് ഇപ്പോഴത്തെ കമ്മിറ്റി ഭഗവാൻ ഇഷ്ടമാണ്. ഒരാളുണ്ട് കമ്മിറ്റിയിൽ ഇപ്പം 14 എല്ലാവർക്കും ഭക്തിയിലാണ്. 14 2 ആള് മരിച്ചു. ആളുടെ പേരൊന്ന് പറഞ്ഞു. എന്താണ് മരിച്ച ആളെ? ഒന്ന് ശ്രീനിവാസൻ, പിന്നെ ഒന്ന് അർജുനൻ. പിന്നെ പെണ്ണുങ്ങളില്ലേ, സ്ത്രീകളില്ലേ കമ്മിറ്റിയിൽ? സ്ത്രീകൾ മറ്റേ കൃഷ്ണുട്ടി നമ്പിയാരി. നമ്പിയാരി. പിന്നെ സ്ത്രീകൾ വേണം കമ്മിറ്റി.
നമ്മളിപ്പോ ട്രസ്റ്റിലില്ല. അത് ട്രസ്റ്റല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഒരു അഞ്ചാൾക്ക് സമിതി മാതിരി പ്രാധാന്യമുണ്ടോ? ഒരു 6 ആൾക്ക് പ്രാധാന്യം. അത്രേ ഉള്ളൂ. ഒരേ കളിച്ചാൽ 6 വരാറുള്ളൂ. ഒരു മാതൃസമിതി ഉണ്ടാക്കുന്നു ഈ പാരായണ ഉണ്ടാക്കിയത് നമ്മള് എന്നിട്ട് ഇവിടെ ഒരു പരിപാടിയൊക്കെ നടത്തി. പിന്നെ അത് ഞങ്ങള് കോവിഡ് വന്നപ്പോ ഒക്കെ നിന്നു. നിങ്ങൾ എന്താ ഒരു സ്ത്രീകളായിട്ട് തർക്കം ഉണ്ടായിട്ടുണ്ടോ? ഇത് പറയുന്നു ഇവിടെ ഒരു സ്ത്രീകളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു സമിതി ഉണ്ടാക്കും. അന്ന് നമ്മുടെ പഴയ നിഷയുള്ളപ്പോഴേ നമ്മളുടെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വിളക്ക് വെച്ച് ഒരു പരിപാടിയൊക്കെ നടത്തി സ്ത്രീകളുടെ. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതൃസംഘം ഉണ്ടാക്കിയതാ. പിന്നെ അല്ലാണ്ട് നടന്നു പോയില്ല. അത് ഇതിന്റെ രേഖകളും മുഴുവൻ ആക്കണം. കമ്മിറ്റിയിലുണ്ടായ സ്ത്രീകളാരെങ്കിലും ഇവിടുന്ന് പിണങ്ങി പോയിണ്ടോ? പിന്നെ അവർക്ക് തോന്നിട്ട് പോയിട്ടോ. എന്തായാലും നമുക്ക് പുതിയതായിട്ടൊരു മാതൃസമിതി ഉണ്ടാക്കുന്നു ആ, കുറച്ച് കൂടുതൽ ആൾക്കാർ ഈ നാരായണീയം വായനയും ഭാഗവതം വായനയും രാമായണ വായനയൊക്കെ അവരെ ഏൽപ്പിക്കുക. അവരിപ്പോൾ അതെല്ലാം സ്ത്രീകൾ സജീവമായിരുന്നു അന്തരീക്ഷന്റെ അമ്മ. പിന്നെ ആരായിരുന്നു നമ്മുടെ പിന്നെ താഴത്തുള്ള നമ്മുടെ തങ്കമെഴുത്തി. അങ്ങനെ 3-4 പേര് സ്ഥിരം. അവരപ്പോൾ അവരൊക്കെ എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഇല്ല ഒരാൾ ആ പേരും പറയും, ആ പേരും കൂടി പറയും. ഇപ്പോഴുള്ള ഭൂമിക്കൊക്കെ രേഖയും പട്ടയൊക്കെ നമുക്ക് ക്ഷേത്രം അതായത് ഇത് രേഖയില് ക്ഷേത്രം ഭൂമിയാണ്. താഴത്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചു വാങ്ങിച്ചു. അതിന്റെ രേഖ ഉണ്ടല്ലോ, ക്ഷേത്രം ഭൂമി എന്നുള്ള രേഖയാണ്. അത് പഞ്ചായത്തിലുണ്ടായാൽ മതി. അത് എന്താ പറയുക എപ്പോഴും അല്ല എന്താ ഈ ദേവസ്വം ഭൂമി എന്ന് പറഞ്ഞാൽ അത് മൈനറാണ്, മറ്റൊന്നും ആവശ്യമില്ല. ദേവസ്വം ഭൂമിയാണെന്നുള്ള പ്രയോഗിക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ അന്ന് ഇവിടെ ഈ പാറ പൊട്ടിക്കാതിരുന്നത് ഇത് ഈ ദേവസ്വം ഭൂമി എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കോറി വേറെ നടന്നത്. കാരണം ഈ മൂല ഒഴിച്ച് എല്ലാ മൂലക്കിലും കോറിയുണ്ട്. ഒന്നുമില്ല, നമുക്ക് നമ്പറൊക്കെ ഉണ്ട് പഞ്ചായത്തിന്റെ. അതെ ദേവസ്വം ഭൂമി എന്നുള്ള റെക്കോർഡ് പഞ്ചായത്തിലുണ്ടായില്ല, വില്ലേജിൽ. മറ്റെന്താ പറയാ കണ്ടഹാരം 2 ചുവന്നാല്. അപ്പൊ ഇവിടെ ഈ അധികാര ദുർവിനിയോഗം നടത്തിയ ലക്ഷണം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആ അവരൊക്കെ ജീവിച്ചിരിക്കുന്നില്ല, ഇവിടെ വലിയെന്നല്ലോ. ഇവിടെ അമ്പലത്തിലേ മരണത്തിലേ പോട്ടെ, അങ്ങനെ നടക്കട്ടെ. ഏത് സ്ത്രീകളുടെ കമ്മിറ്റി വേണം? നിലവിൽ കേസൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ 3-ാം ഭാവം 3 ഗുളികനും കയറും. ആദ്യം തുടങ്ങിയ നേദ്യം എന്താ? ആദ്യത്തെ നേദ്യം നേദ്യമൊക്കെ എപ്പോഴും ഇല്ലേ? അതേമാതിരി എല്ലാം ഉണ്ട്. ഞാളദൃഷ്ടി ഉണ്ട് തുടങ്ങി. പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒന്നും മുടക്കിയിട്ടില്ല. പ്രധാന നൈവേദ്യം എന്താ? ആദ്യം ഇവിടുത്തെ പ്രധാന നൈവേദ്യം പാൽപ്പായസം, പിന്നെ ശർക്കര പായസം, പിന്നെ തിരുമാതിരം കൂക്കണായത്. നമ്മൾ ശുക്രൻ ശുക്രേണ അക്ഷത സത്യയിൽ അന്ന മതിര എന്നൊക്കെ ഇല്ലേ? അപ്പോൾ ശരിക്കും തിരുമധുരം ഉണ്ടാക്കിക്കോളൂ ഒരു ദിവസം അല്ലാതായി. പിന്നെ അതിൻ്റെ പുറമെ ശുക്രേണ അക്ഷത സത്യയിൽ അന്ന മതിര അതുണ്ട്. അതിപ്പോഴത്തെ ഇതിലായിരിക്കാം ഒരു പക്ഷേ. ഈ അരി എവിടുന്ന മേടിക്കണം? പുറത്ത് വാങ്ങിക്കണല്ലേ? അതൊക്കെ ഒന്ന് ഈ സ്ത്രീകളാരെങ്കിലും വരുമ്പോഴേ അത് അദ്ദേഹത്തിന് ഒന്ന് കഴുകിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചേറി കൊടുക്കുക. മുറത്തിലിട്ടൊന്ന് ചേറിയാൽ ശുദ്ധമായി. എന്താ പറയുക അറിയാം, ഈ മലര് ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് പുറത്തുനിന്ന് വരുന്ന വെച്ചാൽ കൂമം കളയാന്ന് അതിന് പറയും. കൂമെന്നതിന് പറയും. മലര് വറുത്താൽ ആ കൂമെടുത്ത് കളയണം, നെല്ലിനംശവും കളയണം. അതാണ് അതിൻ്റെ തത്വം. അതെ, ഒരു മാസത്തേക്കുള്ള നമ്മൾ മേടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അവർ കൊടുക്കുന്നവരെന്ത് ചെയ്യുക? അതിന്റെ കൂമം കളഞ്ഞു കല്ലും കദളിപ്പഴം നീതിച്ചവനെ ദൈവം മറക്കില്ല എന്നാണ്. കല്ല് നീതിച്ചവനെയും മറക്കില്ല. പരിചാരകന്മാരായിട്ടും മരിക്കണ്ടായിരുന്നു. പാത്രം കേൾക്കണവരൊന്നും ഇല്ല. അല്ല പണ്ടത്തെ അവരിപ്പോഴും ഉണ്ട്, ജീവിച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് വന്നിരുന്ന ആള് അവർക്ക് വേഷം 90 വയസ്സായില്ല. ഓരവെള്ളം തന്നെ മതി. ഇവിടെ അത് തന്നെ മതിട്ടാ, ഇവിടെ തന്നെ മതി. ഈ വ്യാഴത്തിനെ പ്രസാദം, വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉച്ചരാശി ആയതുകൊണ്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി ഉണ്ടായതുകൊണ്ടും ഈ പിന്നെ ഗിരിതരുവതിലെ കണ്ടകി വേണുവിനാം നമുക്ക് നാളികേരാണ്. ഈ നാളികേരം ചേർത്ത പായസം, നാളികേരം ചിരകിട്ട പായസം, നാളികേരം പാല് ഒഴിഞ്ഞ പായസം, അത് ഇവിടെ പ്രാധാന്യം കിട്ടും. കൊല്ലത്തിൽ ഒരിക്കലും എന്നാ പതിവ്? അത് വേണം, അത് ആ പായസത്തിനൊക്കെ പ്രാധാന്യമുണ്ട്.
അത് കൊടുത്തോളാം. നേദ്യത്തിലില്ല, അകത്തേക്കൊന്നും ഇല്ലല്ലോ. ഇല്ല ഇതൊന്നും അല്ല അകത്തേക്ക് വെക്കണമെന്നില്ലല്ലോ, അകത്തേക്കൊന്നും ഇല്ലല്ലോ. അകത്തേക്ക് ബന്ധമാണ് അതിൻ്റെ ആവശ്യം. ഇല്ല അവിടേക്കല്ലേ കൊടുക്കണുള്ളൂ. അതായത് അവിടുന്ന് പൂജിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കും. അതെന്തെങ്കിലും ഇടാൻ വരുന്നവർക്ക് അത് ഈ ഗുളികനായതുകൊണ്ട് അല്ലേ? അല്ല, അതൊരു കാര്യം ചെയ്താൽ അത് കൗണ്ടറിന്ന് കൊടുത്താൽ മതി. പൂജയ്ക്കൊന്നും വേണം. അകത്ത് കൊണ്ടുണ്ട് അത് കൗണ്ടറിൽ ഒരു പാക്കറ്റ് എത്ര റുപ്യ എഴുത് കഴിഞ്ഞു. ഒരു വലിയ സെറ്റ് എത്ര ഉണ്ടാവില്ലേ? ആട് കൊടുക്കുക. വെള്ളം മാത്രം അവിടെ നിന്ന് കൊടുത്താൽ മതി. ആ മറ്റേ വേണ്ട കേട്ടോ, എള്ള അകത്തൊന്നും കൊണ്ടിരുന്നു ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് ഏഹ് അങ്ങനെ ദേവന് കൊടുത്തിട്ട് അവിടെ എടുക്കുക ചെയ്യുക, എന്താ ചെയ്യാ? അതായത് തിരുമേനിയെ കൊടുക്കുക, അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ അത് ബലിയിടാൻ ഇവിടെ റെസീറ്റ് ആക്കുന്നു. അപ്പൊ ഓഫീസിൽ ആ റെസീറ്റ് കൊണ്ടുപോയി അവിടെ കൊടുക്കുമ്പോ അവിടുന്ന് ഇതൊക്കെ കൂടി കൊടുക്കും. അത് തടപ്പള്ളിന്നല്ലേ കൊടുക്കണം. തിടപ്പള്ളി അല്ല, ആ അത് മാറ്റി തടപ്പള്ളിയാക്കുക കഴിഞ്ഞു. അത് മതി, അത് മതി. അവർക്ക് തീർത്ഥം മാത്രം കൊടുത്തിട്ട് അല്ല, നിങ്ങൾ ഷീട്ടാക്കി അവിടെ കൊടുത്താൽ അദ്ദേഹം പാക്കറ്റിലാക്കി ഇരുന്നോട്ടെ. അത് തിടപ്പള്ളിന്ന് കൊടുക്കോ, അകത്തുനിന്ന് കൊടുക്കണ്ടെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാ. ഇവിടെ റെസീറ്റ് ആക്കുമ്പോൾ ഇവിടുന്ന് കൊടുക്കാം. അവിടുന്ന് കൊടുത്തല്ല, അവിടെ എന്തായിക്കോട്ടെ, തടപ്പള്ളിന്ന് കൊടുത്തോട്ടെ. പറഞ്ഞ പോലെ ഇതിൽ കവറിലാക്കി വെച്ചാൽ ചെറിയ ചെറിയ കവറിലാക്കുക, ആണ് കൊടുത്തോളൂ. കാര്യം കഴിഞ്ഞു കേട്ടോ. ആവും വിളിക്കാൻ. ശുഭരാശിയും ശുഭദൃഷ്ടിയാണല്ലോ ചെയ്യുന്ന നല്ല കർമ്മമാണ്, പക്ഷെ അതിൽ ദോഷം ഉണ്ടെന്നുള്ളതാണ്. അതെ, അത് കർമ്മം ചെയ്തിട്ട് കർമ്മം അതാണ്. എന്തായാലും നിവേദ്യത്തിൽ തൃപ്തിയുണ്ട്. വ്യാഴ ദൃഷ്ടിയുണ്ട്, വ്യാഴ ബാക്കി നിവേദ്യമൊക്കെ ഓക്കെയാണ്. ബാക്കി എന്താ ചെയ്തത്? അതിന് തിരുമേനി വന്നതിന് ശേഷം കുറെ ഡീസൻ്റ് ആണ്. അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന പെട്ടെന്ന് ആളിവിടെ വന്നുപോയി. അന്ന് കുറച്ചൊക്കെ ഡിസോർഡർ ആയിരുന്നു. പിന്നെ ചെറിയ തർക്കവും പ്രശ്നമൊക്കെ ആയിട്ടാണ് പുള്ളി പിന്നെ ഈ കേതുവും പുളികനൊക്കെ വന്നാലേ, കേതുവിന്റെയും പുളികന്റെ ഒക്കെ ബന്ധം വന്നു കഴിഞ്ഞാലേ മദ്യപാനം ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ശാന്തിയായി ശാന്തിക്കാര് തണ്ണി അടിച്ചാൽ അറിവിലൊന്നും ഇല്ലല്ലേ? അല്ല, ആരും അടിക്കണവരും ഇവിടെ വന്നിട്ടില്ല ഇതില്. കാരണം ഒന്ന് ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഇതിന്റെ തൊട്ട് മുമ്പ് പുള്ളി കഴിക്കില്ല. വാസുദേവൻ എന്ന് പറഞ്ഞ ആളായിരുന്നു തുടക്കം. ആളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തുടങ്ങുന്ന സമയത്ത്. പുള്ളിയാണ് വഴക്കുണ്ടാക്കി പോയാള്. മദ്യപാനം ഇല്ലില്ല, അങ്ങേര് കഴിക്കില്ല. ഇങ്ങേര് കഴിക്കുന്നതായിട്ട് അറിയില്ല. ശുക്രേണ അക്ഷത സർപ്പി അന്ന മതിര ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അത് ഈ ചില സമയത്ത് ഈ മുട്ടുശാന്തിക്ക് ആൾക്കാർ വരും. അവരാരെങ്കിലും എന്തോ ഉണ്ടായിട്ടുണ്ട്. ദേവനാ വാതിലെ കേട്ടോന്ന്. പിന്നെ കാശ് എടുത്തായിരുന്ന ആൾക്കാരുണ്ടോ ശാന്തിക്കാർ ഇവിടെ വന്നിട്ട്? ശാന്തിക്കാർ ദക്ഷിണ അവിടെ വെക്കണല്ലാതെ മറ്റു കാശൊന്നും അവർക്ക് തൊടാൻ പറ്റില്ല. അവിടെ റെസീറ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുത്ത് എത്ര പ്രദേശം പിന്നെ അവിടെ ഈ മുട്ടറക്കുന്ന ഒരു പരിപാടി ചെയ്തിരുന്നു. അതിപ്പോ ഉണ്ട്. അത് അകത്താ പുറത്താ? പുറത്ത്. പുറത്തല്ലേ? പുറത്തായിക്കോട്ടെ, ഉള്ളില് വേണ്ട കേട്ടോ. അതിൽ ബലമൊന്നും പറയില്ലല്ലോ. ഫലം പറയുന്നുണ്ട്. ആര്? തിരുമേനി ഈ പറയാളാണ്. എല്ലാവരും ഇതിനു മുമ്പുള്ളവരൊക്കെ പറയുന്നുണ്ട്. ആ തർക്കടിൽ നന്നായി എന്നൊക്കെ പറഞ്ഞാൽ നിൽച്ചോ. വീട്ടിലെ ഭഗവതിന്റെ അവിടെ ഒന്ന് കുടിക്കണം എന്നും പറയുന്നു. അതെ, നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന്. അത് അവർക്ക് വല്ലാതെ ആ കൺട്രോൾ കൊടുക്കരുത്. അവർക്ക് കാശുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഇവിടെ ചെയ്യാൻ പറയും. അല്ല, ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ തർക്കം ഉണ്ടാക്കി പോയാള്. അതിന്റെ തർക്കത്തിന്റെ ഒരു കാരണം ഈ മുട്ടറക്കല. പുള്ളി പിന്നെ പുള്ളിയുടെ ടൈപ്പ് പൂജകൾ തുടങ്ങിയപ്പോഴാണ് ഞങ്ങള് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ധാര, ഒരു ക്ഷേത്രം ധാര എന്ന് പറഞ്ഞ അഭിഷേകമുണ്ട്. ധാര, പുഷ്പാഞ്ജലി, പായസം, പ്രത്യേകിച്ച് കോളമാല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രവചിച്ചോട്ടെ. ഒരു 12 ദിവസം മാല പറയണം. അല്ലാതെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഹോമം ചെയ്യാനുള്ള പരിപാടി വേണ്ട. ചന്ദ്രന്റെ നീജസ് ധാരക്കിടാറൊക്കെ ഇല്ലേ ഇവിടെ? ശംഖാഭിഷേകം ഉണ്ടോ? ശംഖാഭിഷേകം, ശംഖാഭിഷേകം അഭിഷേകം വേണേ. ശംഖാഭിഷേകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാതെ. ശംഖാഭിഷേക ധാരാദ്യ അഭിദേവേ വിധീയത എന്നാണ്. ശംഖാഭിഷേകം മുതലായ കർമ്മങ്ങൾ. ശംഖാഭിഷേകം ധാരക്കിടാരത്തിൽ ഇടമില്ല. മാല താങ്ങി വേണ്ടേ? പിന്നെ 108 പൂവളം. പിന്നെ ഇതുണ്ടോ ഈ രുദ്രാക്ഷം ഉണ്ടോ? രുദ്രാക്ഷം വേണ്ട. ശിവനല്ലേ? ശിവന് രുദ്രാക്ഷം വേണം. പിന്നെ ശിവന് നാഗപടം വേണം. നാഗപടം
അതുപോലെ അത് ശരിക്കും സ്വരൂപമാണ്. അതെ, അപ്പൊ ഈ ചന്ദ്രനെ നിരസ്ഥിതം അതാ തന്നെ കാര്യം. മഹാരാശികളാണ്. എന്തെങ്കിലും കണ്ടമാതിരി ആചരിക്കണ്ടാവില്ല. പിന്നെ ഇവിടെ ഈ താലിയൊക്കെ ചാർത്തുമ്പോഴേ ഭഗവതിക്ക് ചാർത്തണം. ചന്ദ്രക്കല ശിവനും താലി ചാർത്തും. അങ്ങനെ ഒരു വഴിപാട് ഇവിടെ എല്ലാ അമ്പലത്തിലും ആര് വേറൊരു താലി ചാർത്തിയാൽ പോരാ. ഇവിടെ ഭഗവതിക്ക് താലി ചാർത്തണമെങ്കിൽ ശിവന് ചന്ദ്രക്കലയും വേണം. വെള്ളി കൊണ്ട് മതി. ഭാര്യ ഭർത്താവും കൂടിയല്ലേ. പറയുന്ന ആൾക്കാരോട് താലി ചാർത്ത. അപ്പോൾ ചന്ദ്രക്കല ഇവിടെ വെച്ചോളൂ, നിങ്ങൾ ഇതും കൊണ്ട് ചാർത്തിക്കോളൂ. അതിന് പൈസ അടച്ചാൽ മതി. ചന്ദ്രക്കല ചാർത്തൽ മതി ഉണ്ടാ. ചന്ദ്രക്കല ചാർത്തലുണ്ട്. ചന്ദ്രക്കല ചാർത്തണം. താലി ചാർത്തലാണ് കൂടുതൽ. അത് പോരാന്നാ പറഞ്ഞത്. രണ്ടും വേണം. ഇത് പറയും ചന്ദ്രന്റെ കാര്യമില്ലേ പറഞ്ഞ. ചന്ദ്രക്കല ചാർത്തണം, താലി ചാർത്തണം. നമ്മൾ പറഞ്ഞു അഭിഷേകം വേണം, കൂവളത്തിന്റെ മാല വേണം, രുദ്രാക്ഷമാല വേണം, നാഗപടം വേണം കേട്ടോ. ഇതൊക്കെ ആവശ്യം. എങ്ങനെ വെച്ചാൽ അത് വളരെ കുന്നോട്ട് പഠിക്കാൻ പറ്റില്ല അല്ലേ. ശിവക്ഷേത്രത്തിൽ ചാർത്താനാന്നോട്ടേ അവരുണ്ടാക്കി തരും. ശിവക്ഷേത്രത്തിലുള്ള രുദ്രാക്ഷരം അവർ തരും. വെള്ളിയിൽ കിട്ടിയാൽ തൽക്കാലം, സ്വർണ്ണത്തിൽ കിട്ടിയാലും ചാർത്തിക്കോട്ടെ. ചന്ദ്രക്കല്ല മുകളിൽ കാണാം. പക്ഷെ എന്താ പ്രശ്നം അറിയോ, സാധാരണ വെള്ളി മതി. സ്വർണ്ണത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നാഗോടൊക്കെ ആകുമ്പോൾ നല്ല സുരക്ഷിതത്വമാണ്. ആൾക്കാർ ഈ ശാന്തിക്കാരെ കാണാനല്ല, ശിവനെയും കാണാനല്ല, ഇത് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിലേ സ്വാമി ആ അയ്യപ്പന് ഈ എണ്ണ എന്ന് കൊണ്ടുപോയി ഒഴുക്കി വെച്ചു. എൻ്റെ അച്ഛനും മകനും വന്നിട്ട് മകൻ്റെ പരീക്ഷയാണ്. അത് ഒഴിക്കാൻ പക്ഷേ പൂജ കഴിഞ്ഞ് വരാൻ പറ്റില്ല പറഞ്ഞു. ആ അരിയാർന്ന് പൂജയ്ക്ക്. അല്ല കുട്ടിക്ക് പരീക്ഷിക്കണം, ഞങ്ങളിപ്പോൾ പോകണം. അപ്പോൾ മൂപ്പര് ഈ അമ്പലത്തിൻ്റെ പിന്നെ കൂടെ വന്നിട്ട് വേണം അയ്യപ്പൻ്റെ അവിടേക്ക് പോകാൻ. എങ്ങനെയൊരു 6-7 മിനിറ്റ് വരും. മൂപ്പര് അവിടെ ചെന്നപ്പോൾ മാലയൊക്കെ ഒന്ന് ശരിയാക്കി വിളക്കൊക്കെ വെച്ചു. ഒപ്പര് നിന്നിങ്ങനെ തൊഴുതുകൊണ്ടേ നിൽക്കുകയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അടച്ചിട്ട് ഒറ്റ പോക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അച്ഛനെ കുട്ടിക്ക് പോയി. കുറച്ച് കാലമായിട്ട് നോക്കുമ്പോൾ ഒരു 6-7 മാല കാണാനില്ല. കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേ അച്ഛന് കയറാൻ ബുദ്ധിമുട്ടല്ലേ, കുട്ടിയെ കയറ്റിയിട്ട് ഇത് വാങ്ങിയിട്ട് പോയിരുന്നു. പിന്നെ അവിടെയുള്ള അമ്മമാർ ഭജിച്ചു. 90 ദിവസം ഭജിക്കാൻ തുടങ്ങി. 89ാമത്തെ ദിവസം അച്ഛനും മാനിയിട്ട് തൃശ്ശൂർ ലോഡ്ജിൽ വിളിച്ചു. ഇതന്നെ ഒരു പരിപാടി. നെയ്യോണ്ട് പോവുക, അവിടെ വിളക്ക് വയ്ക്കാൻ പറയുക, ഉള്ളിൽ കയറുക, മാല ഒന്നിച്ച് വാരിയിട്ട് ഇരിക്കുക. അപ്പോൾ വല്ലാതെ ഇതുള്ളത് നമ്മളെ സുരക്ഷിതത്തിൽ ചാർത്തിയാൻ വേണ്ടി. പിന്നെന്താ പറഞ്ഞത് വേണം നിർത്തി. അല്ല ഭഗവതിയുടെ കോപം, ഭഗവതിക്ക് ചെയ്യുന്ന എല്ലാ വഴിപാടും ശിവന് ചെയ്യുക, ശിവന് ചെയ്യുന്ന എല്ലാ വഴിപാടും ഏറ്റവും മോശം അതാ ശിവന്റെ എല്ലാ വഴിപാടും ധാര ചെയ്യുമ്പോഴും നേദ്യം ചെയ്യുമ്പോഴൊക്കെ 2 എണ്ണം വേണം പെടാൻ അർത്ഥം. ഇതാ പ്രത്യേകതയാണത്. 2 മാല, ഒരു മാല വിളക്ക് മാല, 2 വിളക്ക്, 2 മാല, 2 നേദ്യം. ഇതെവിടെ പറ്റുള്ളൂ. ഹനുമാനോടെ പോയിട്ടേ ഹനുമാൻ ഒരു നെയ്വിളക്ക് പറഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് ഒന്ന് വേണം പറയും. കടൽപ്പഴം പറഞ്ഞാൽ ശ്രീരാമ പുഷ്പാഞ്ജലി ഒറ്റ പുഷ്പാഞ്ജലി ഒരുപാട് ചോദിച്ചാലും 2 വേണമെന്ന് പറയാം. ഇവിടെ 2 ആൾക്ക് വേണം. അങ്ങനെയാണല്ലോ ശ്രീരാമനോട് ലക്ഷ്മണൻ 2 നെയ്വിളക്ക്. അപ്പോൾ എഴുതാതിരിക്കുന്നവർ ശ്രദ്ധിക്കണം. എവിടെ പോയി അദ്ദേഹം അത് ശ്രദ്ധിക്കണേ. അതാണ് ഭഗവതിക്ക് കോവേ. തുല്യസ്ഥാനാണ്. പൊതുവേ നമ്മളെ ഈ കുടുംബജീവിതത്തിൻ്റെ അതേ പതിപ്പാണ് ഇത്ര ശിവനും പാർവതി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അമ്പലത്ത് ഇങ്ങനെ അച്ഛനിരിക്കണം, അമ്മ അങ്ങേപ്പുറത്തിരിക്കണം അല്ലേ. ആലോചിച്ച് നോക്കൂ, ആ രൂപ അത്ര. അതാണ് വെള്ളത്തോട് പറഞ്ഞതേ, കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം അല്ലേ. ശിഷ്ടനാം ശിഷ്ടന് എന്താ ശിഷ്ടന് ശീതനൻ. എന്താ കാരണം അറിയോ, പക്ഷേ പരശുരാമ മഹർഷി ചെന്നപ്പോൾ ഭഗവതി ഗണപതി തടുത്തു. എടുത്തപ്പോൾ പരശുരാമനെ ഇപ്പോൾ ഗണപതിക്ക് അറിയില്ലേ, ഇവർക്ക് തിണ്ട കാര്യം മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം മാറിക്കില്ലായിരുന്നു. അപ്പോൾ മൂപ്പര് മഴ എടുത്തിട്ട് കൊത്തു കൊടുത്തു. അതിൽ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ചെയ്തു ഗണേശനപ്പോൾ തമ്പിയായി കരുതും ദുജനെ തടുത്താൻ. അതില് ഇതിന്റെ ബാക്കി എന്താ എന്താ വാർക്കുന്തല അഴിച്ചു കെട്ടിയെന്നില്ലേ. അതന്നെ അഴിഞ്ഞ വാർക്കുന്തല ഇതാണ്. അതായത് പതിയോട് വെച്ചാൻ പാർവതി പറയാണ്, കണ്ടില്ലേ കിട്ടിയില്ലേ ദക്ഷിണ, ഗേമനായ നിങ്ങളുടെ ശിഷ്യൻ എൻ്റെ കുട്ടിയുടെ മൂക്ക് മുറിച്ചു, വേണ്ടുവോളം അതും കൂടിയാണ് കൊടുക്കുക. കൊടുത്ത മുമ്പിൽ കൊടുത്താൽ മതി. അപ്പം എന്ന പോലെ ഇവിടെ അവർ തമ്മിൽ, നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവർ തമ്മിലുണ്ട്. ഇവിടെ ഈ ശിവനും പാർവതി. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ടേ നിങ്ങൾ ഒരു വലിയ ഒരു വേഷ്ടി മുണ്ടൊക്കെ നമ്മൾ കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു ഓണത്തിനുള്ളിൽ. അച്ഛങ്ങനെ നോക്കും, മനസ്സിലുണ്ടാവും അവയ്ക്ക് തന്നില്ലൊന്നും ഉണ്ടാവില്ലേ എന്ന പോലെ. ഇവിടെ പാർവതിക്ക് കൊടുത്താൽ ശിവനും ഇഷ്ടമല്ല, ശിവന് കൊടുത്താൽ
രണ്ടാളും മതി. രണ്ടാൾക്കും വേണം. അല്ല ദേവിക്ക് ഞങ്ങൾ ഞാൻ 10 പാവാട ഇങ്ങനെ ആ മൂപ്പർക്ക് എന്താ കൊടുക്കുന്നത് ഇപ്പൊ വെള്ളപ്പട്ട് ചേർത്താലോ? വെള്ളപ്പട്ട് ചേർത്താം. വെള്ളപ്പട്ട് ചേർത്താം. അതിനാണ് മാലതാങ്ങി. അതിന്റെ മുകളിൽ വെക്കാലോ. അല്ലേ? പട്ട് ചേർക്കണം. വെള്ളമുണ്ട് തലയിൽ, നീലമുണ്ട് കഴുത്തിൽ, കഴുത്തിലും കരമുണ്ട് അനേക ശിവനെ. എന്താ വെള്ളമുണ്ട് വേറത്തെ തലയിൽ വെള്ളം ഗംഗാദേവി ഉണ്ടെന്നാണ്. വെള്ളമുണ്ട് തല, നീലമുണ്ട് കഴുത്തിൽ, നീലകണ്ഠനാണല്ലോ. വിഷം ഉണ്ടല്ലോ. കരമുണ്ട് അനേക ശിവനെ. കൈമിലൊക്കെ പാമ്പാണല്ലോ. അത് അത് പറയാം. ശരിക്കും മാല വെളുത്ത പട്ട് ചേർക്കുക, മറ്റേ മഞ്ഞപ്പട്ട് ചേർക്കുക. വെള്ളാർക്ക് അതിന്റെ മുകളിൽ ഇട്ടാൽ മതി. അത്രയും തൊടിച്ചാൽ മതി. കിരീടം ചേർക്കുകയാണെങ്കിലും വേണം. മാലയിടുന്നതിന്റെ മുകളിൽ വെള്ള പ്രധാനം. വെള്ളം നെയ്തതിന് ചെയ്യുന്നതാണ്. പായസത്തിനേക്കാൾ വെള്ളപ്പൂവ് അതാണല്ലോ. തുമ്പപ്പൂ ഇടുന്നില്ലേ ഇന്ന് ഇവിടെ? തുമ്പമാല ഇവിടെ കുട്ടികളൊക്കെ കാട്ട് വൃക്ഷമാണല്ലോ. കാട്ടുചെടിയാണ് തുമ്പൈ. അപ്പോൾ ഇവിടെ ഈ തുമ്പമാലയ്ക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിട്ട് ധാരാളം തുമ്പ കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് കെട്ടുക. അത് രണ്ടെണ്ണം ചേർക്കുക. കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ചേർക്കുക. കീടനാശിനി അടിക്കൽ നിർത്തിയപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏത് തുമ്പ? അതിന് എല്ലാം പോയതാ. തൊഴിലുറപ്പുകാരും ഇതും കൂടി ഏകദേശം അവസാനിച്ചതാ. കുറുന്തോട്ടി പോയി. കുറുന്തോട്ടി റോഡ് വക്കത്തൊക്കെ അല്ലേ ഉണ്ടാവുക വരമ്പത്ത്. ഈ കുടുംബശ്രീക്കാർ തോടൊക്കെ ചെത്തിക്ക് വരുമ്പോൾ കുറുന്തോട്ടി മുഴുവനെ പോയി. അല്ല ഇപ്പൊ കേസ് കൊടുത്തിട്ട് അതാണ് ഈ വരക്കില് നിർത്തിയത്. ഒരാൾ കേസ് കൊടുത്തിട്ട് ഈ ഔഷധ സസ്യങ്ങൾ മുഴുവൻ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഉരക്കരുതെന്ന് പറഞ്ഞു. ഈശാന പാടുള്ളൂ, ചെത്തിയെടുക്കാനേ പാടുള്ളൂ. എന്തായാലും തുമ്പമാലയ്ക്ക് പ്രാധാന്യം, കൂവളമാലയ്ക്ക് പ്രാധാന്യം ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഭഗവാനുള്ള എല്ലാ വഴിപാടും മുപ്പത്തിയേർക്കും വേണം. മുപ്പത്തിയേർക്കുള്ള എല്ലാ വഴിപാടും ഭഗവാനും വേണം. അല്ലാതെ ഇവിടെ ചെയ്യരുത്. ചെയ്താൽ നമുക്കത് അവർക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. ആ ഒരു ശിവപാർവതിമാര് നമ്മുടെ അച്ഛനും അമ്മയെ പോലെ തന്നെയാണ്. അവർ ഒരുപാട് കുടുംബകലഹങ്ങളുണ്ട് ഇത്രയും. ഇതിന് മാത്രമൊന്നുമല്ല. ഈ ചാക്യാര് കൂത്ത് പറയുമ്പോൾ പറയാണ് കിരാതത്തില് പിന്നെ അർജുനക്ക് തലയ്ക്ക് അടി കൊണ്ടപ്പോൾ ശിവന്റെ തലയ്ക്ക് ഇങ്ങനെ അടി കൊണ്ടു. അർജുനന്റെ അടി അമ്പോണ്ട്. അപ്പോൾ പാർവതി ആദ്യം ഒന്ന് ചിരിച്ചു ഇത്ര. എന്താ കാരണം ഈ പറഞ്ഞ 6 ഇവിടെ ഉണ്ടല്ലോ വെള്ളം ഗംഗണ്ട് ഇടറുള്ളിലേ. അപ്പം ആ 30 അടി കിട്ടണത്. അങ്ങനെ തല പൊളിഞ്ഞു എന്നാണ്. തല പൊളിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി. അയ്യോ ശിവ എങ്ങനെയൊക്കെ ആണെങ്കിലും ഭാര്യ വേറെ ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ പൊളിയെന്ന് വിചാരിച്ച് നിലവിളി തുടങ്ങിയപ്പോഴാണ് അത് ശപിച്ച് അർജുനൻ്റെ അമ്മയെ ശപിച്ചു. ആ പോയി പോട്ടെ. ഇവിടെ എല്ലാം രണ്ടാം 2 മാല, 2 വിളക്ക്, 2 പുഷ്പാഞ്ജലി ഒക്കെ വേണം. പ്രത്യേകിച്ച് വെള്ളത്തിലുണ്ടാവണ പൂവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രദേശത്ത് ഉണ്ടാവണ വിശേഷം പൂവൊന്നുമില്ല. അപ്പം താമരപ്പൂ അമ്പലമൊക്കെ ഉണ്ട് കുളങ്ങളിൽ പല സ്ഥലത്തും. ഇവിടെ രാശിയായിട്ട് ജലരാശിയിലേക്ക് എനിക്കതല്ല സംശയം. ഈ അല്ല നീചത്തിൽ നിൽക്കുക, വെള്ളത്തിൽ നിൽക്കുക. വെള്ളത്തിൻ്റെ രാശിയിലാണ് നിൽക്കണത് അല്ലേ? പിന്നെ അത് വൃശ്ചികൻ രാശിയായതുകൊണ്ട് ഈ പിന്നെ അല്ല വൃശ്ചികൻ രാശി ആയതുകൊണ്ട് കീടരാശിയാണ് അല്ലേ? വിലവാസിനാം എന്നൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിലെ കാട്ടുപൂക്കളോ എന്നങ്ങനെ എന്തെങ്കിലും കാട്ടിലുണ്ടാവുന്ന പുഷ്പങ്ങളോ, കാട്ടു തെച്ചി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ തെച്ചിപ്പൂവൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് അതുണ്ടോ? ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? അശോക തെച്ചി അല്ല കേട്ടോ, കാട്ടു തെച്ചി. അത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞു. ഈ അരളിപ്പൂ ഉപയോഗിക്കരുത്. ഇന്നിപ്പോൾ എൻ്റെ കൗടിസത്തിൻ്റെ കൗടിത്തലകയിൽ നടക്കാതുണ്ടായി. ആ മഞ്ഞ പൂവില്ലേ, മഞ്ഞ, അത് വേണ്ട, അത് വിഷമാണ്, അത് ഒഴിവാക്കണം. അരളി വേണ്ടാക്കിയ അരളി വേണമെങ്കിൽ വല്ല ഈ ഭഗവതി സാഹിത്യമൊക്കെ ഉപയോഗിച്ചോളൂ. മഞ്ഞ അരളി, അരളി ചോപ്പ്. ഇവിടെ തെച്ചി, തുളസി അല്ല അത് വേണ്ട. ഈ ഇതും വേണ്ട, ഈ അരളിയും വേണ്ട, ഈ മഞ്ഞ വേണ്ട, അത് വേണ്ട. നമുക്ക് വെളുത്ത പൂവ്, തുളസി, തുളസി, തെച്ചി, താമര, എല്ലാ താമരയും, നീലത്താമരയും, വെള്ളത്താമരയും, മഞ്ഞത്താമരയും, ചെന്താമരയും, കൽത്താമരയും ഒക്കെ ഉപയോഗിക്കാം. സംശയിക്കണ്ട. തെച്ചി തുളസി താമര സംശയിക്കണ 3 അതന്നെയാണ് കൂടുതലും ഉപയോഗിക്കണം. കണ്ടു കാണാൻ പോകുന്നു. അരളി ആൾക്കാർ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അതവിടെ മാറ്റി വയ്ക്കുക. ആരാ മാല കെട്ടല്? ആർക്കറിയാം. അപ്പം മഞ്ഞ ഒഴിവാക്കാൻ പറയും കേട്ടോ. മഞ്ഞളിപ്പോ ബാക്കി പറയും. വാഹനം സംഘടന കേസി. അല്ല ഇത് പറയുന്നേ
ക്ഷേത്രപ്രവേശം വെള്ളത്തിന്റെ കാര്യമായി, പുഷ്പത്തിന്റെ കാര്യമായി, ജലം ഒന്നും കൂടി ശുദ്ധീകരിക്കണം എന്നുള്ള ജലത്തിന്റെ ചെറിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്കൊക്കെ ചളി ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി കളഞ്ഞ് ഞാൻ ഇന്ന് ചെറിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ വൃത്തിയാക്കണം. നിജസ്ഥിതിയാണ്. വൃത്തിയാക്കണം. അത് താഴത്തുള്ളതും കൂടി, താഴത്തുള്ള ജലാശയം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ജലാശയം അല്ല, അവിടെ ആയിട്ടില്ല, പുറത്തിറങ്ങാൻ ഇപ്പോൾ വ്യാഴദൃഷ്ടി ഇല്ലേ, വ്യാഴദൃഷ്ടി വരുമ്പോൾ ആവും. ഇപ്പോൾ ശനിദൃഷ്ടിയാണ്. ഈ ഗുഹയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞില്ലേ, ഈ മടയിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളത്തിൽ വരുന്ന വെള്ളത്തിൽ താഴെ വീഴുന്നവർക്ക് മാലിന്യം എന്തെങ്കിലും ഉണ്ടോ? അത് മാറ്റണം. നോക്കിയപ്പോൾ ഉണ്ട്. മാറ്റണം. അത് ഈ ചണ്ടിയില്ലേ, കുളത്തിൽ വരുന്ന ചണ്ടി, അതുണ്ട് കുറച്ച് കെട്ടിക്കിടന്നിട്ട്. ഇതിന് ജലം ഈ മണക്കുന്ന പണിയാറ മണക്ക് ആ മണക്കുന്നത് അവിടെ ആ ഭാഗത്താണ് ഈ കോറികളുള്ളത്. അവിടെ വലിയ കുളങ്ങൾ, വലിയ ജലാശയങ്ങളായി മാറിയിട്ടുണ്ട്. അവിടെ നമുക്ക് നരവധി കുലപൂജ്യ പിങ്കള ക്രൂരചഷ്ടോ ശർഷകുലിശകഗംഗ ചന്നപ അവിടെ എന്തെങ്കിലും മറവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? മറവ് അവിടെ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിഭാഗക്കാരെങ്കിലും എത്തി അവിടെ ഒരു അതൊന്നും എത്തിക്കണം. ശ്മശാന ദോഷം പ്രധാനത്തിന്റെ അതിന്റെ ബാക്കിലൊരു കോളനിയാണ്. അപ്പൊ അവിടെ വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ടാവും. കോറിയിൽ ഒരാൾ വീട് എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ മരണം ഇഷ്ടം പോലെ ഇല്ലായിട്ട് പോവാ. അല്ല അത് ഇത് കഴിഞ്ഞാൽ ശ്മശാന ദോഷം. വെടിക്കെട്ട അപകടം നടന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ വെള്ളം മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുക, ശ്രീകോവിലിൻ്റെ മുകളിൽ നിന്ന് ഇല്ലില്ല. നോക്കണത് അങ്ങനെയല്ല. ഈ ശ്രീകോവിലിന്റെ മുകളിൽ ദ്വാരത്തിൽ കൂടെ ഇപ്പൊ വെള്ളം വരുന്നുണ്ട്. അത് ചെറിയ പ്രശ്നമുണ്ട്, ചോർച്ചയുണ്ട്. അത് അടയ്ക്കണം. ചോർച്ചയുണ്ട്. അത് പ്രാസാദ മണ്ഡപാദീനിൻ ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമല്ല ചതുർത്ഥേന വിജയം. പറഞ്ഞാലോ അത് അടയ്ക്കണം. അതെ അതെ. പിന്നെ എങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അറിയാൻ തരത്തിലേ പ്രധാനപ്പെട്ട പാതയിൽ നിങ്ങൾ ഒരു കമാനം മാതിരി ഉണ്ടാക്കിയേക്കും. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയാം. കമ്മാനത്തിനൊന്നും പെർമിഷൻ കൊടുക്കുന്നില്ല മുനിസിപ്പാലിറ്റി ഒന്നും. റോഡ് ക്രോസ് ചെയ്ത കമ്മാനത്തിനൊന്നും റോഡ് ക്രോസ് ചെയ്യണ്ട, സൈഡിൽ വെക്കാലോ. ഞങ്ങൾ ഒരിക്കൽ സാങ്ഷൻ ഞാൻ തന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശ്രമിച്ചതാണ്. അല്ല അത് വേണ്ട, ക്രോസിങ് വേണ്ടതേ. അറിയുന്ന ഒരു രീതിയിൽ ഒരു കമാനം മാതിരി രാജഗോപുരം എന്ന് അതിന് പറയാ. അല്ല ഇവിടെ ചെയ്യാം, ചെയ്യാം. സെന്ററിൽ മെയിൻ റോഡില് നമ്മുടെ കോടേരിയിലേക്ക് വരുന്ന വഴിയില്ലേ, അവിടെ ഒന്നും പറ്റും. ഇപ്പൊ നമ്മുടെ ഈ പിന്നെ നമ്മുടെ മറ്റേ തെച്ചിക്കോട്ടുകാവൊക്കെ റോഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ പണ്ടുണ്ടാക്കിയ കമാനങ്ങളുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ മുത്തിരി കതിര് കൊണ്ടുവരും, എന്നിട്ട് അത് പൂജിച്ച് എല്ലാവർക്കും കൊടുക്കും. അത് കുത്തിയിട്ട് ആ കതിര് പൂജിക്കുന്നത് മഹാലക്ഷ്മിക്കാണ്, മഹാലക്ഷ്മിയായിട്ടാണ്. ആ നവാന്നം പുത്തരി ഈ പറഞ്ഞ അന്നപൂർണേശ്വരിക്കാണ്. പുതിയ അരി എടുക്കണം. എന്നിട്ട് ആ പുത്തരി പായസം നാളികേരൊക്കെ ചെറിയിട്ട് നേദിക്കണം. അത് രണ്ടും വേണം. അപ്പം അന്നപൂർണേശ്വരി ആയില്ലോ. പിന്നെ അത് മാത്രമല്ല ഈ ഇല്ലങ്ങളെ ഒരേ സമയത്ത് ചെയ്യണം. എങ്ങനെ വെച്ചാൽ ചെയ്തോളൂ, രണ്ടും വേണം ഇവിടെ. അപ്പം അന്നപൂർണേശ്വരി ലക്ഷ്മിയായി. നമ്മള് പണ്ട് സ്ഥിരം അന്നദാനം ഉണ്ടായിരുന്നു അവിടെ. അതുവരെ ഇത് പിന്നെ വയ്യാത്ത ആളുകൾക്ക് വീട്ടിൽ കൊണ്ടു കൊടുത്തിരുന്നു. അവർ മരിച്ചതിന് ശേഷം നിർത്തി. അതൊക്കെ ഇല്ലാന്നാണ് ഇപ്പൊ അതിന്റെ 12-ാം ഭാവമാലിന്യത്തിൽ വെച്ച് ചന്ദ്രൻ 4 നീരസ് തന്നോണ്ടേ അതന്നേ അന്ന് ഇല്ലത്ത് അന്നപൂർണേശ്വരിക്കും ചെറുകുന്നിലമ്മയ്ക്കൊക്കെ നേത്തി ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഈ വീടുകളിൽ എവിടെയെങ്കിലും ചെറുകുന്നിലമ്മയ്ക്ക് നേത്തി ഉണ്ടാവും? കൃഷിയിടങ്ങളിൽ കൊണ്ടുപോകല്ലേ ഏതമ്പലത്തിന് ചെറുകുന്നിലമ്മയ്ക്ക് നേത്തി. അത് ഇവിടെയും ചെയ്യാവാണെങ്കിൽ ഇവിടെയും ചെയ്യാന്നറിയാം. ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ 8:30 മണി കഴിഞ്ഞാൽ ഭഗവാൻ നേരെ ചെറുകുന്നിലേക്ക് പോകുന്ന പറയും. പിന്നെ പെണ്ണുങ്ങൾക്കാണ് കിടക്കാൻ പാടുള്ളൂ. മൂപ്പര് ഇവിടെ ഞങ്ങള് കാലത്ത് ഞങ്ങൾ പോയിട്ട് ഒരിക്കൽ പെട്ടു. സ്ത്രീകളെ 4-ാം ഭാഗം അതെന്തായില്ലേ ശ്രീകോവില്. പിന്നെ കോവില് കൂടെ വെള്ളമൊക്കെ പോണില്ലേ, അഭിഷേക വെള്ളം പുറത്തേക്ക് പോണില്ലേ, ബ്ലോക്കൊന്നും ഇല്ലല്ലോ, ഉറപ്പല്ലേ. പിന്നെ ഈ ബിംബത്തിന്റെ ഇടയിൽ പഴുതുണ്ടോ? കേതുവിന്റെ ബന്ധമുണ്ടോ? രണ്ട് ബിംബം തമ്മിൽ അല്ല, അതിന്റെ ഇടയിൽ ഈ ബിംബം വെച്ചതിന്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടോ? പക്ഷെ അത് വെള്ളം ഇറങ്ങാൻ വഴിയില്ല. എന്താ വെച്ചാൽ
അത് ഒറ്റ വീടാണ്. അതിന്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങാൻ എല്ലാവരും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ ഉണ്ടാവും, കൃമികളൊക്കെ ഉണ്ടാവും, കൃമി കീടങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. ശല്യകാന എലിയൊന്നും കയറി ശല്യം. എലി ഓവിന്റെ ഉള്ളിലേ ഓവിന്റെ ഉള്ളിൽ കൂടെ എലി കയറണ്ടാ. ആയിക്കോട്ടെ. ഉറുമ്പോ അത് ശ്രദ്ധിക്കണം, അതൊന്നും പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഒക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, കരിങ്കൽ വിഗ്രഹം അതിൻ്റെതായ ശ്രേഷ്ഠതയിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എണ്ണ ആടണം. ഇപ്പോൾ പതിവുണ്ടോ? എണ്ണ ആടൽ പതിവുണ്ടോ? അത് പോരാ, പോരാത്. പരമാവധി 30 തിങ്കളാഴ്ച കൂടി ആക്കുമോ? പ്രദോഷങ്ങൾക്ക് 30 തിങ്കളാഴ്ച, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും. എത്ര അടുക്കുന്നത് നല്ലതാണ്. തേക്കാത്ത എണ്ണ ധാരയാണ്. പരമാവധി നിത്യം വേണ്ടതാണ്. ഇനി അതുമില്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ധാര എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചിയും ആകിയിട്ട് കഴുകിയാലാണ് ഈ ബിംബം അതിൻ്റെതായ ആ തിളക്കം വരും. അല്ലെങ്കിൽ ആ കരിങ്കൽ വിഗ്രഹത്തിന് ഒരു തരം വെള്ളം നിറം വരിക കേട്ടോ. പിന്നെ അത് ചന്ദ്രൻ്റെ സ്നേഹ ശശാങ്കാന്നില്ലേ. പിന്നെ അകത്തെന്ത് വിളക്ക കത്തിക്കുക? എണ്ണയാണോ നെയ്യാണോ? അല്ല, അത് ഈ മറ്റേ എണ്ണ ഉണ്ട്, മറ്റേ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മറ്റേ വിളക്കെണ്ണ കത്തിക്കുന്നില്ല. ആൾക്കാർ കൊണ്ടുവരുന്ന എണ്ണ, ആൾക്കാർ കൊണ്ടുവരുന്ന എണ്ണ നല്ലെണ്ണ അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. നല്ലെണ്ണയാണ് വേണ്ടത്. വരുന്നത് അവിടെ പുറത്ത് വെച്ചാൽ മതി. ഇവിടെ മൃഗത്തിന്റെ കുഴപ്പമുണ്ട്. ഇവിടെ ഉണ്ടാക്കിയ സാധനം ഗുരുവായൂര് കത്തിച്ചേരുന്ന കുറെ കാലം. ഇവിടെ പിടിച്ചപ്പോഴാണ് മനസ്സിലായത് ഗുരുവായൂര് കത്തിച്ചേരുന്ന സാധനം ഇതായിരുന്നു. അത് ശ്രദ്ധിക്കുക. അത് ആപത്തുകളും കഴിഞ്ഞില്ല കാണും. ഗ്രഹങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ ഈ എഴുന്നള്ളിക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ. പുറത്ത് എഴുന്നള്ളിക്കുന്നൊന്നും ഇല്ല. ശിവരാത്രിക്കും ഇല്ല. കലശമൊക്കെ കഴിഞ്ഞാലേ, കലശമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നുകിൽ ശിവരാത്രിക്ക് അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിവസം അതെ അത് പുറത്തങ്ങനെ ആടിക്കോട്ടെ. ആയിക്കോട്ടെ. നിങ്ങളെ ഒന്നുകിൽ ശിവരാത്രിക്ക് അല്ലെങ്കിൽ പ്രതിഷ്ഠാദിനത്തിന് പ്രതിഷ്ഠാദിനത്തിനേ ഇനി ഉത്സവം മാതിരി ഇല്ലെങ്കിലേ ഒരു ശ്രീ ഇത് നടത്തിയൂടെ, ഒരു ഉദയാസ്തമനം നടത്തിയ പോലെ. അല്ല, അത് ഭഗവതിയെ കൊണ്ട് പോകാൻ പറ്റില്ല. അല്ല, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാറില്ല. ഇവിടുത്തെ ഈ ഇവിടെ ഇപ്പൊ ബലിക്കല്ലുണ്ടാ? ഒരു ബലിക്കല്ല് കിഴക്ക് തെക്കേ ഭാഗം ഒരെണ്ണുണ്ടോ? തൂണുണ്ടോ? നിത്യണ്ടോ? നിത്യം കഴിഞ്ഞിട്ട് തോണ്ട നോക്കാം. ഏതായാലും നമുക്ക് ഒരു ഉദയാസ്തമന പൂജ കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യും. അത് ഒരു ശിവരാത്രിക്ക് എന്താ പ്രശ്നം അറിയോ? ശിവരാത്രി വാദ്യക്കാരെയും തിരക്കാം. അത് വേണ്ട. പ്രതിഷ്ഠാദിനും തിരക്കാം. തുലാമാസത്തിൽ മതിയെന്നേ. പുറത്ത് ഉത്സവങ്ങളധികം വന്നോട്ടെ. നിങ്ങൾ പറ്റുമെങ്കിൽ തുലാമാസത്തിലെ വാവിന് ഇവിടെ ഒരു ഉദയാസ്തമനം നടത്തിക്കും. അവിടെ പൂസ പോയോ അതൊന്ന് എഴുതിച്ചോ. ഒരു ഉദയാസ്തമന പൂജ നടത്തുക. അപ്പോൾ അതിൽ ശ്രീഭൂതബലി വരും അല്ലേ? ആൾക്കാർക്ക് കാണും ചെയ്യാം. പുറത്തുള്ള ഉത്സവങ്ങൾ അവിടെ നടക്കും. ഇത് രാവിലെ എത്ര മണിക്ക് കഴിയും? ഏതാണ്ട് 11-12 മണിക്കും ഉദയാസ്തമനം കഴിയും കേട്ടോ. എത്ര 18 പൂജ. ആ ദിവസം അത് ചെയ്യണ്ടേ? എന്താ അന്നത്തെ ദിവസമല്ലേ ഉദയാസ്തമനം വേണ്ട? എന്തായി പറയണ? അയ്യോ, അന്ന് ആൾക്കാർ ഇത് കാണട്ടെ, നിക്കട്ടെ, ഇവിടെ നിറഞ്ഞിങ്ങനെ നിക്കട്ടെ ആൾക്കാരെ. നാളെ സൗകര്യം ഇല്ലാത്ത ദിവസം നിങ്ങൾ പൂജ ചെയ്തിട്ടാ അത്ര ആൾക്കാർക്ക് തൊഴാലോ. രാവിലെ ചായയും ഇഡ്ഡലിയും ഉച്ചയ്ക്ക് ഊണും. ആൾക്കാരെ ആട്ടി അവിടുന്ന് പോവില്ല അന്നത്തെ ദിവസം. ശ്രീഭൂതബലിയൊക്കെ കാണട്ടെ. അല്ല, ശ്രീഭൂതബലിയൊക്കെ ഭക്തന്മാര് കാണട്ടെ. എന്തെങ്കിലും ആട്ടെ.
ഇത് പറയാ അതല്ലേ രാവിലെ ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കുക. 150 കിലോ റവ ഉണ്ടാക്കി 5:30 മണിക്ക് തുടങ്ങുക. 3 മണിക്ക് തുടങ്ങി. അല്ല അതായിക്കോട്ടെ പറഞ്ഞെന്താ വെച്ചാൽ ആൾക്കാർ 3 മണിക്ക് എത്തിയോടും ആയിക്കോട്ടെ അവര് വന്ന് പോയിക്കോട്ടെ. അതിന്റെ ഉള്ളിലുണ്ടല്ലോ ഏത് ഈ ശ്രീഭൂത ബലി അല്ലെങ്കിൽ നടക്കുന്നത് എവിടെ വെച്ചാൽ അതിന്റെ ഉള്ളിലാണ് ഈ ഉദയാസ്തമനം നടക്കുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ആരും കിടക്കില്ല. ഇപ്പോൾ ഒന്ന് തൊഴുന്നൂര് തൊഴുതോട്ടെ, തൊഴുന്നൂര് തൊഴു പോയിക്കോട്ടെ. ഇതിന്റെ പ്രത്യേകത ഇവിടെ വന്നാലും അവിടെ എന്നാ തൊഴാം, തൊഴുന്നൂര് തൊഴുതോട്ടെ. ഇപ്പൊ ഞാൻ ഗുരുവായൂർ എല്ലാവരും ഉദയാസ്തമനം വെച്ച് തൊഴാൻ നിൽക്കുന്നുണ്ടോ? തൊറക്കുമ്പോൾ തൊഴും, അത് കഴിഞ്ഞാൽ പോവും. അത് ഇതായിട്ട് ബന്ധപ്പെടുത്തണ്ട. നമുക്കൊരു ഉദയാസ്തമനം വേണം. ഒരു മാരാരി ഇതുപോലെ മുമ്പ് പറഞ്ഞിട്ട് നമ്മള് എല്ലാ ദിവസവും പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഒരു 365 ആളെല്ലാം ഉണ്ടാക്കണ്ടോ? എന്തിന്? അല്ല ഉദയാസ്തമന പൂജ അത് പ്രായോഗികമല്ല, തന്ത്രിക്ക് വരാൻ ബുദ്ധിമുട്ടാവും. ഉദയാസ്തമന പൂജ ഇവിടെ ഉണ്ട്, അതിന് ഏതാണ്ട് ഇത്ര രൂപയെന്ന് എഴുതി വെക്കുക. ആവശ്യമുള്ളവർ ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് 25,000 രൂപയൊക്കെ എത്ര 25,000 20 വരും. കാരണം വാദ്യം വേണം, ഇത് നെയ്യത്തിന് ആള് വേണം. അല്ല നിങ്ങൾ ഒരു ഉദയാസ്തമന പൂജ ക്ഷേത്രം വക ചെയ്യോ? കഴിഞ്ഞു. ബാക്കി ആൾക്കാർ ആരാച്ച് ചെയ്തോട്ടെ കേട്ടോ. അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ ആ പ്രദോഷ പൂജ അങ്ങനെ നടന്നോട്ടെ. വളരെ പ്രധാനമാണ്. നമ്മൾ ഒക്കെ പറഞ്ഞല്ലോ. 30 തിങ്കളാഴ്ച ആവാം. 30 തിങ്കളാഴ്ച ശിവനും പാർവതിക്കും പ്രാധാന്യമുള്ളതാണ്. ധനുമാസത്തിലെ തിരുവാതിര പ്രാധാന്യമാണ്, ശിവരാത്രി പ്രാധാന്യമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കാന്ന് മാത്രം. അല്ല അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ചടങ്ങ് നന്നായി നടക്കണം. തിങ്കളാഴ്ച ഓർത്തൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ല ഇഷ്ടംപോലെ സ്ത്രീകൾ നോൽക്കുന്നുണ്ട്. ഇവിടെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല മാത്രം. അന്നത്തെ ദിവസം ശിവന് പ്രത്യേക അപ്പൊക്കെ നേദിക്കാം. 30 തിങ്കളാഴ്ച അപ്പം നേദിക്കാം, പൂളമാല ചേർക്കുക. അതൊക്കെ നല്ലതാണ്. വീട്ടിലെ ഗുസ്തിയൊക്കെ കുറയും. നീ അടുത്ത് ശുദ്ധിയൊക്കെ ഇവിടെ എത്ര പറ്റുള്ളൂ? എന്താ പറഞ്ഞ അവര് ചെയ്യട്ടെ എന്ന് പറയാം. വീട്ടിലെ ഗുസ്തി പറയാനേ. അതെ, എല്ലാരും ചെയ്യട്ടെ. ഈ ഗുസ്തിയുടെ ആശാമാര് ശിവനും പാർവതിയാണ് ഇത്രയും. ഇത് എന്നും ഗുസ്തിയാന്നാ. പിന്നെ ഗുളികനും ബുധനൊക്കെ അല്ലേ പഞ്ചമം. അതിപ്പോ എന്താ പല ആൾക്കാരും പല സമയത്ത് വന്നിട്ടേ അവർ തോന്നിയ മാതിരിയൊക്കെ ചെയ്യുണ്ടാവും. ചിലരെ ഈ ബുധന്റെ ബന്ധവും ശനിയുടെ ബന്ധമുണ്ട്. ചില മന്ത്രവാദത്തിന്റെ ചില മന്ത്രങ്ങളൊക്കെ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ടേ ഹരിതാത്ത മന്ത്രം, ഇപ്പൊ അഘോര മന്ത്രം എന്നൊക്കെ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ശിവന്റെ സാധാരണ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതല്ല. ശിവന്റെ മന്ത്രമാണ്. അപ്പൊ എന്തായാലും അന്യമന്ത്രയച്ചനെ ദോഷം എഴുതിയാൽ മതി. തന്ത്രിയോടൊന്നും ചോദിച്ചിട്ടേ അത് പഞ്ചാക്ഷരി കൊണ്ടുള്ള പൂജ തന്നെ വേണ്ടു. വേറെ മറ്റു മന്ത്രമൊന്നും നമ്മുടെ ആവശ്യമില്ല. പിന്നെ വേദമന്ത്രങ്ങളൊക്കെ ആവാം. അതിപ്പോൾ ഇവർക്കൊക്കെ അറിയെങ്കിൽ ചെയ്യാം. ഇത് ഭാഗ്യസൂക്തം, ഐകമത്യ സൂക്തം, പുരുഷ സൂക്തം, അങ്ങനെയൊക്കെയുള്ള വേദമന്ത്രങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ത്, കൊല്ലത്തിലൊരിക്കൽ ഒരു രുദ്രാഭിഷേകം. ഇത് ഉദാഹരണത്തേക്ക് രുദ്രാഭിഷേകം, ഏകാദശ രുദ്രം, 11 ദ്രവ്യങ്ങൾ, 11 അത് ഈ കലശ ഇതല്ല കേട്ടോ, ഇത് ഉദയാസ്തമനം മാതിരിയല്ല. 11 ദ്രവ്യങ്ങൾ വെച്ച് പൂജ ചെയ്ത് 11 പ്രാവശ്യം രുദ്രം ചൊല്ലി അഭിഷേകം ചെയ്യാം. രുദ്രാഭിഷേകം, ഹോമല്ല, രുദ്രാഭിഷേകം. അതും കൊല്ലത്തിലൊരിക്കലും നമുക്ക് മകരത്തിലോ ശിവരാത്രി സമയത്തോ ചെയ്യാം. അല്ല, പ്രതിഷ്ഠാദിനത്തിലല്ല. പ്രതിഷ്ഠാദിനത്തിൽ നവകം പഞ്ചവ്യൂഹങ്ങളാണ് വേണ്ടത്. ഇതല്ല. ഇത് പറ്റുമെങ്കിൽ ശിവരാത്രിക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ മേടത്തിലോ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ആളെ കിട്ടില്ല. അപ്പോൾ ഒരു ശ്രീരുദ്രം 11 ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം കൊല്ലത്തിലൊരിക്കലും നടത്തുക. പിന്നെ ആർക്കെങ്കിലും ഇത് ചെയ്യണം തോന്നുകയാണെങ്കിലോ തന്ത്രിയെ പോയിട്ട് കണ്ട അദ്ദേഹം ഡേറ്റ് തരും. 11 ദ്രവ്യങ്ങളോ, നെയ്യ്, പാല്, എണ്ണ, നാരങ്ങ നീര്, കരിമ്പിൻ നീര്, അങ്ങനെ 11 സാധനങ്ങളുണ്ട്. പ്രദോഷത്തിന്റെ വേറെ, അതിന്റെ അഭിഷേകം അതിലുള്ളത് ചെയ്തോളൂ. ഇതല്ല, ഇത് 11 ദ്രവ്യം കലശത്തിലാക്കി വെച്ച് പൂജിച്ച് ശ്രീരുദ്രം തൊട്ട് ജപിച്ച് അതവർക്ക് കൊണ്ടേ അഭിഷേകം ചെയ്യാം. അത് നമുക്ക് അതിൽ തൊടാനൊന്നും പറ്റില്ല. ആ നാരങ്ങ നീര് ഓരോന്നിനും ഓരോ സിദ്ധിയുണ്ട്. തേനൊക്കെ വരില്ലേ? അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ ചെയ്യുക. ആർക്കെങ്കിലും ഏകാദശിരുദ്രം വേണമെന്ന് പറഞ്ഞാൽ തന്ത്രിയോട് പോയി പറഞ്ഞ് തന്ത്രിക്ക് ഒഴിവുള്ള ദിവസം അവർക്ക് ഏകാദശിരുദ്രം ചെയ്യാം. ഇതെന്നും ചെയ്യാനും പറ്റും. അപ്പോൾ ഉദയാസ്തമന പൂജ വേണം, ശ്രീരുദ്രം വേണം, രുദ്രാഭിഷേകം വേണം. പിന്നെ കാശ കൈ എന്നൊക്കെ എന്ത് ചെയ്യാം?
എന്ത് ചെയ്യാ? രുദ്ര യജ്ഞൊക്കെ നടത്താം, അതിരുദ്രൊക്കെ നടത്താം, മഹാരുദ്രം അതിരുദ്രൊക്കെ നടത്താം. അത് 11 ദ്രവ്യം, 11 ആൾക്കാർ, 11 കുണ്ടം മമ്മീറ്റ് നടക്കുന്നുണ്ട്. പിന്നെ വസോർധാര അങ്ങനെയൊക്കെ ഉണ്ട്. ശിവന്റെ അമ്പലത്തിൽ ചെയ്യാവുന്ന ഒരുപാട് ക്രിയാദികളുണ്ട്. അതൊന്നും ഇപ്പം നമ്മളിപ്പോൾ ചിന്തിക്കണ്ട. നമുക്ക് തൽക്കാലം ഒരു കലശം കഴിക്കണം, ഈ വരുന്ന ആൾക്കാർക്ക് സൗകര്യപ്പെടുത്തണം. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ടാസ്ക്. 6ാം ഭാവം ദിവസം സ്മാരദേവത ഹലോ വലിയ ഭവനാദിനാണ്. ആ കുറച്ച് കഴിഞ്ഞ് വിളിക്കും. 6:30 അമ്പലത്തിൽ വയ്ക്കുന്നും വരും. അതെ 7 ശനി ചൊവ്വയുടെ അംശകം. അതെന്നെ രീതി പാപഗ്രഹി സപ്തമരാജ സംസ്ഥയെ ഹാനിമതിർ ദീപവിഭൂഷണാൻ. അത് നമ്മൾ പറഞ്ഞല്ലോ. ഭഗവതിക്ക് പട്ട് ചാർത്തണം, ഭഗവന് പട്ട് ചാർത്തണം, മാല താങ്ങി വേണം, മാല ചാർത്തണം, താരി പൊട്ടുമ്പോൾ ചന്ദ്രക്കല ചാർത്തണം. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഏതെങ്കിലും ദിവസം പുറത്തെഴുന്നള്ളിക്കുന്ന ഒരു പരിപാടിയാണ് പറഞ്ഞത്. അതൊക്കെ ചിന്തിക്കണ്ട. എന്താ അറിയോ, കാഴ്ചശിവേലി മാതിരിയൊക്കെ എന്താ വിഷയം അറിയോ? ഈ തന്ത്രിപരമായിട്ട് കാഴ്ചശിവേലിയൊക്കെ ആകുമ്പോൾ ശുദ്ധിയുടെ പ്രശ്നം വരും. പുറത്തേക്ക് തളമ്പലൊക്കെ എഴുന്നള്ളിച്ച ആൾക്കാർ വന്ന് തൊടുമ്പോട്ട് നമുക്ക് പറ്റില്ല. നമുക്കിവിടെ 4 അമ്പലം ഇല്ലാത്ത സ്ഥിതിക്ക് എഴുന്നള്ളിക്കൽ പറ്റില്ല. ശ്രീഭൂതബലി ഒതുക്കുക, അതായത് ഉദയസ്നാനം തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ ആയി. എന്നാൽ വേഗാഹ ഉത്സവമായി, മറ്റേതാവും ചെയ്യും. മറ്റേത് പുറത്തെഴുന്നള്ളിക്കലൊക്കെ ഉണ്ടാക്കാം. സംഗതി ഇവിടെ പറ്റില്ലല്ലോ. 4 അമ്പലം ഇല്ല, എൻ്റെ മറ്റേ ഇതിൻ്റെ പ്രദക്ഷിണ വഴിയൊന്നും ഇല്ലല്ലോ, പരിധിയില്ലല്ലോ. ഇവിടെ പരിധി നിശ്ചയിക്കാൻ പറ്റൂല. ഒന്നും പറ്റില്ല, ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. ആൾക്കാർ വന്നിട്ട് കാവടിയോട് നൃത്തം ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. മണ്ഡലക്കാലത്ത് നമുക്ക് ഈ ശാസ്താവിനുള്ള പിന്നെ അഖണ്ഡനാമം അതൊക്കെ ചെയ്യാൻ വിരോധമില്ല. കരകം ആ അവരാടിക്കോട്ടെ മുണ്ടായിരുന്നാ മതി. ആടണ്ടാന്ന് പറയണ്ട. പിങ്കാരിയോ അതിന്റെ ഉള്ളിലേക്ക് കയറ്റാ. ഇങ്ങോട്ട് മേള പറ്റുള്ളൂ. ആയിക്കോട്ടെ. ദുഃഖാർത്ഥോ അസത്യതെന്താ അതൊന്ന്. ഒരു ദുഃഖാർത്ഥോ വിരന അടന അമൃതന. അതൊക്കെ ദേവെങ്കിലുള്ള ദോഷങ്ങളല്ലേ. ഇതൊക്കെ ചെയ്താൽ അതൊക്കെ തീരില്ലേ. പിന്നെ 8 അവിടെ ഭാവാധികം ഭാവത്തിക്ക് അവിടെ ഗ്രഹങ്ങളെ ദൃഷ്ടി ചൊവ്വയുടെ ദൃഷ്ടി നഷ്ടമല്ലേ. ആ അപ്പോഴോ ചൊവ്വയുടെ ദൃഷ്ടി വീട്ടിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തഥാ പരിജനസ്യ കാര്യം മഹാനിവേദ്യം മുതലായ കാര്യങ്ങളല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ ഇല്ല. ഇതിൽ മഹാസാന്നിധ്യ സ്ഥാനത്ത് ഗ്രഹയോഗങ്ങളില്ല. പഞ്ചമാഷ്ടബന്ധം നല്ലതല്ലേ, വരത്തുമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതായിക്കോട്ടെ. അല്ല പഞ്ചമാഷ്ടബന്ധം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാൽ സാന്നിധ്യമാണ്. ഇവിടെ പൂജ ചെയ്യുന്നതിനും അഭിഷേകം ചെയ്യുന്നതിനൊക്കെ ഭയങ്കര മറ്റുള്ള അമ്പലങ്ങളെക്കാൾ ശക്തിയുണ്ട്. അഷ്ടമം ആയുർഭാവം ആയതുകൊണ്ട് ഇവിടെ മൃത്യുഞ്ജയോമത്തിനും പ്രാധാന്യമുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ മൃത്യുഞ്ജയോമം എത്ര രൂപ? 150 രൂപ. അത് സാധാരണ മൃത്യുഞ്ജയം. അത് വേണമെങ്കിൽ മഹാമൃത്യുഞ്ജയമായിട്ട് ചെയ്യാം, വലിയ മൃത്യുഞ്ജയമായിട്ട് ചെയ്യാം. അത് ചെയ്യാം. ആറ്റുന്നത് നടക്കില്ല കേട്ടോ. സാധിക്കുമെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു മഹാമൃത്യുഞ്ജയം തന്ത്രിമുഖമായിട്ട് ചെയ്യാം കേട്ടോ. അല്ല അത് പോയി 4 അക്ഷരത്തിനെ കുറിച്ചാണ്. യോഗീശ്വരൻ വേണ്ട. പിന്നെ 9ാം ഭാവം 9 രാവും സർപ്പത്തിനെ കൊന്നിട്ടുണ്ട്. കൂട്ടത്തോടു കൂടി കൊന്നിട്ടുണ്ട്. സർപ്പബലി ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പ്രായശ്ചിത്ത സമയത്ത് സർപ്പബലി കഴിഞ്ഞു. ഇവിടെ കുടിയേക്കുന്നത് കണ്ടല്ല, കുടിയേക്കരുത്. സർപ്പത്തിനെ അനവധി കൊന്നു. അതെ ദേവസ്വം സർപ്പബലി ഈ പരിസരത്ത് ഈ സമയത്ത് ചെയ്യാം. പിന്നെ അതിന്റെ പരിപാടി ഈ പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? ഇയാളും ബൃഹത്തനും വന്നിട്ടില്ല. വാഴാനി ഡാം, പൂമാല ഡാമൊക്കെ. വാഴാനി ഡാമെന്ന് കനാലിൽ കൂടെ പെരുമ്പാമ്പ് വരും. എന്നിട്ട് ഇവിടെയൊക്കെ കയറി പല പറമ്പിലും കയറി അക്കാര്യം പിടിക്കലും സ്ഥിരമായി തിന്നുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ മലമ്പാമ്പിന് അതൊക്കെ സ്ഥിരം തിന്നണ ആൾക്കാരുടെ കൂടെ മെയിൻ കക്ഷി മരിച്ചുപോയി. ഇവിടെ പെരുമ്പാവൂരെ പിടിച്ച ആദ്യം വിളിക്കാറ് വിളിക്കരുത് പറയാ.
പെരുമ്പാവൂർ ഇതാണ് മുണ്ടത്തിക്കോടിനാണ് സ്ഥിതി. പെരുമ്പാവൂർ ഫോറസ്റ്റുകാരെ വിളിക്കരുത് കേട്ടോ, ഇത് ഞങ്ങള് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. ഞങ്ങള് കണ്ടുകൊണ്ടേ പിന്നെ ഇതിന്റെ മെയിൻ കക്ഷി ഇവിടെ ഷിബു പെരുമ്പാമ്പൂരാണ് ഇവിടെ. ശരിക്കും പെരുമ്പാമ്പൂർ ഇവിടെയാണ്, അവിടെ അല്ല. അതെന്തൊരു കണ്ടമാനം വരും ഈ വാഴാനി. എത്ര കിലോ ഉണ്ടാവും ഈ സാധനം? ഏതാണ്ട് വലിയ സാധനങ്ങൾ വരുന്നുണ്ട്. ഒരു 10-15 കിലോ ഒക്കെ ഉണ്ടാവും. അതായത് ഒരു 8 മീറ്റർ ഒക്കെ നീളം ഉണ്ടാവും. അതിന്റെ തോലെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? കൊറേ ഇപ്പൊ ഫോറസ്റ്റുകാർ വന്നിട്ട് ചാക്കിലാക്കി കൊണ്ടുപോകും. അവരെന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അവര് കാട്ടിലിടാനാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. ഓണ ഒഴിക്കാൻ അവർ അരച്ച് കുടിക്കുന്നതായിരിക്കും. അവർക്ക് ആരും കിട്ടിയിട്ട് കൊണ്ടുപോകും. നെയ്യ് എടുക്കും. മലമ്പാമ്പിന്റെ നെയ്യ് എടുക്കും. നമ്മളത് കേൾക്കുമ്പോ തന്നെ അത് അറപ്പ് തോന്നില്ലേ? ഈ കനാലിൽ വെള്ളം വിടേണ്ട സമയമായി. ഇപ്പൊ ഇനി വരേണ്ട സമയമായത്. സർപ്പവും പായസവും പരിഹാരമായിട്ട് വേണം. ഏത് പെരുമ്പാമ്പിനതിന് വേണ്ടി പെരുമ്പാവുകാരനതിന് വേണ്ടി. ഇതിന്റെ തൊലി ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ചൈനക്കാര് പിന്നെ കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ കഴിച്ചിട്ടാണല്ലോ ഈ കോവിഡ് വന്നത്. അങ്ങനെ കണ്ട ഈ മെരുവിൻ്റെ ഒക്കെ രക്തം നാശമായിട്ട് അതിന്നാണ് ഇത്ര ഈ സാധനം വന്നത്. എന്ത് കോവിഡ് എന്ത് കഴിക്കണം? അതിന് എന്ത് കഴിക്കണം? വണ്ടിനൊക്കെ വറുത്ത് തന്നെ ആൾക്കാരല്ല. പിന്നെ ഗുഹവും മേഷകസുരപുരവും ഗുഹവും പോവുകയാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇവിടെ ഈ പ്രദേശത്ത്? തൊട്ടടുത്തില്ല, പാർലിക്കാടുണ്ട്. ആ, അത് കാവടിയൊക്കെ ഇവിടെ ഉള്ളതല്ലേ? ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചു. ആ ശരി. ഇവിടുത്തെ വിശേഷ ദിവസം സുബ്രഹ്മണ്യ പ്രീതിക്ക് എന്തെങ്കിലും കൊടുക്കാം. അല്ല, ഏതെങ്കിലും ഒരു അടുത്ത ക്ഷേത്രത്തിൽ ആ തൈപ്പൂയ ദിവസം എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കാം കേട്ടോ. അല്ല, ഈ സ്ഥലത്തിനും ഉണ്ടായി മതി. 9-10 ഗ്രഹണ്ട കർമാണി. അവിടെ ആരൊക്കെ ഗ്രഹം? ആ, ഒന്നാംശകം വിധി ചരം സുവർത്തലാഭം നോ ധൈര്യം ആത്മചരണം കലഹം വിവാദം. ആ, ധാരാളം ഉണ്ടാവില്ല. അതിവിടെ കമ്മിറ്റിയൊക്കെ ആകുമ്പോഴേ മൃഗപതി വർഷകന്യാ കർക്കട സ്റ്റേജ് രാഹോ മറ്റൊരു ഭരണത്തിൽ അമ്പലം നല്ല രീതിയിൽ വരും. ആൾക്കാരിന് ധാരാളം ശത്രുക്കളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നിങ്ങൾ അതിജീവിച്ച് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അർത്ഥം. കുറച്ചുണ്ട് ഇവിടെ വരണൊക്കെ എടുത്ത് ആഭരണമാക്കി സൂക്ഷിച്ച്. അല്ല, കള്ളന്മാർക്ക് കൊടുക്കണായിട്ട് നല്ലതേ സൂക്ഷിച്ചു വെക്കാം. കള്ളന്മാരൊക്കെ ഫുഡ് വിളിച്ച് ഒരിക്കൽ, പക്ഷെ കാര്യമായിട്ട് അത് വേറെ സ്ഥലത്ത് വെക്കണോണ്ട്. വേറെ സ്ഥലം ഉണ്ടല്ലോ. അല്ല, സ്ഥലത്ത് ഇത് വാങ്ങിയത് ദേവാലയ നഗരസഭ മാർഗാലയ ദാസസർവകർമാണി. സുഗന്ധ പണ്യജീവിതല്ലേ. അപ്പൊ എന്തൊരു കച്ചവടം ചെയ്യാനുള്ള ഒരു ഊമോടുള്ള പ്ലാൻ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. ഈ ഹോളിപ്പോ ഭക്ഷണിച്ച ഹോളഞ്ഞോളൂ. പിന്നെ താഴത്തെ ബലിയിടാൻ വേണ്ടി ഒരു ഷെഡ് കിട്ടിയത്. അത് ശരി. അതൊക്കെ അത് ഇതിൽപ്പെട്ട തന്നെയാണല്ലോ. പിന്നെ ഇനി അതിന്റെ സൗകര്യങ്ങളുണ്ടാവും. കേട്ടോ. കുളമൊക്കെ വരട്ടെ. അപ്പൊ കുളക്കരയിൽ ചെറുതാവാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ. കൂട്ടുപര കല്യാണങ്ങളൊക്കെ നടത്താനാണ് നമ്മളത് ചെയ്തത്. അത് കൂട്ടുപര മതി. അത് പണിത് കഴിയുമ്പോഴേക്കും കോവിഡ് വന്നു. പിന്നെ കല്യാണങ്ങൾ ഇപ്പൊ ചില ഇവിടെ നമ്മുടെ കുമാരന്റെ കൂടെയല്ല നടന്നത്. അല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കണം അവർക്ക്. അടുക്കളയും കാര്യങ്ങളും വെള്ളമൊക്കെ വരട്ടെ. അപ്പോൾ ആൾക്കാർ ചെയ്യേ ചെറിയ പിറന്നാളുകൾ, ചെറിയ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ചെറിയ സംഖ്യക്ക് കൊടുക്കാം. അമ്പലത്തിക്ക് വരുമാനം ഉണ്ടാവും. സൗമ്യേ പദ്ധതി മണ്ഡപാമരഗൃഹ ഉൽപാദനം കർമ്മണ അല്ലേ? തീരുമാനിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല. കടം വന്നാലും പിന്നെ എങ്ങനെയാലൊക്കെ പോകും. സൗമ്യേ പദ്ധതി മണ്ഡപ ആമരഗൃഹ ഉൽപാദനം കർമ്മണ അല്ലേ? എന്തെങ്കിലും ഉപാധി എന്തെങ്കിലും സാധനം ദേവനായിട്ട് അതിനൊക്കെ എന്തൊക്കെ ചുവകളുണ്ടായിരുന്നു. സൂര്യൻ നിന്നിട്ട് അതിനൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് വാഹന അപകടം ഉണ്ടാക്കിയല്ലോ. ദേവന്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതായത് ആക്സിഡന്റ് ഒന്നും ഉണ്ടായില്ല. ദേവന്റെ ബന്ധപ്പെട്ട ആൾക്കാർ കമ്മിറ്റിക്കാര്, ശാന്തിക്കാര്, കഴകക്കാര്, ഓഫീസ് ജീവനക്കാരൊക്കെ പെടും. എന്തായാലും ശുഭയോഗ ശുഭദൃഷ്ടിയല്ലേ, ദോഷമൊന്നും പറയാൻ പറ്റില്ലല്ലോ. പാപഗ്രഹണ യുക്തമൊന്നുമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ ആ ഭാവാധിപന് മൗഢ്യമില്ല, നീചമില്ല, പാപയോഗമില്ല അല്ലേ? ഗുളികരാശി സഹിതത്തിലല്ലേ മഹാവീര്യാന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ ശാന്തിക്കാരോ ഇവിടെ ജോലി ചെയ്യുന്നവർക്കോ ഭാവിയിൽ
ശ്രേഷ്ഠതകൾ ഉണ്ടാവും തന്നെ. ഇവിടുത്തെ കമ്മിറ്റിയൊക്കെ ആയിട്ട് ഭരണ സംവിധാനത്തിലൊക്കെ വരുന്നവർക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഉണ്ടാവും. ശ്രേയസ് തന്നെയാണ് ഉണ്ടാവാന്നാണ്. സൗമ്യ അത് മാത്രമല്ലേ എന്താ പറയുക, ദേവാലയ നഗരസഭ ഇപ്പം ഇവിടുത്തെ കൗൺസിലർ ആരാ? ഇവിടുത്തെ ഞാൻ കൗൺസിലറാണ്. ഇവിടുത്തെ ആരാണ് ഈ ഭാഗത്ത്? ഇത് നിതീഷ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത്, അത് പഞ്ചായത്ത്. താഴത്തെ മുനിസിപ്പാലിറ്റി. അല്ല ഇവിടുത്തെ ആരാ ഈ ഭാഗത്ത്? ഇത് നിതീഷ് എന്ന് പറഞ്ഞിട്ട് വേലൂർ പഞ്ചായത്ത്. ഇവിടെയൊക്കെ വരില്ലേ? പ്രധാന ആരോട് ആ ആള് ഇടയ്ക്ക് ആ വരാറുണ്ട്. എല്ലാവർക്കും ഗുണങ്ങളുണ്ടാകുമ്പോഴാണ് ഭജിക്കാൻ പറയുന്നത്. അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്. ഇവരുടെ അച്ഛനുള്ള കാലത്ത് സ്ഥിരം വരും. അച്ഛൻ ഇത് തുടങ്ങണ സമയത്ത് ഇതിന്റെ ട്രസ്റ്റ് മെമ്പറാണ്. പിന്നെ പുള്ളി ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ട്രസ്റ്റിലേക്ക് എടുക്കാം, പക്ഷെ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ബലിയിടാൻ വേണ്ടി എല്ലാ കൊല്ലം വരും. അതിന് വരുന്നുണ്ടല്ലോ അല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ വന്നതുകൊണ്ടാണ് ഇവിടെ വരൂലേ. അപ്പൊ ആൾ ഇവിടുത്തെ ആളെങ്ങനെ അല്ല എന്തായാലും ഈ എന്താ പറയുക, ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ഇവിടെ എന്തൊരു കാര്യം ചെയ്യാൻ വരുന്നവർക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം. ഒരു ശാന്തിക്കാരൻ കുറച്ച് പ്രശ്നമാക്കി പോയി. അതാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നു. പ്രഷർ ആൾക്ക് ഭയങ്കര പ്രഷറാണ്. സജീവിയാണ്. അത് ആളുടെ പ്രഷറാണ് കുഴപ്പം. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷെ പുള്ളി കുറെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് സ്ഥിരം പ്രശ്നമാണ്, സഹിക്കാൻ പറ്റാതെ. പിന്നെ ചില എക്സെൻട്രിക്കായ ആൾക്കാരുണ്ട് ഇതില്. അത് പ്രഷർ പെട്ടെന്ന് നമ്മളെ ഇങ്ങോട്ട് ഭരിക്കാൻ വരും, അപ്പൊ നമുക്ക് ദേഷ്യം വരും. അല്ല, അവർക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റില്ല. അവർക്ക് ഈ പണി പറ്റില്ലേ? ഏത് പണി? ഈ അമ്പലത്തിലെ പണി പറ്റില്ല. ഇവിടെ വന്നാൽ പ്രഷർ ഇവിടുന്ന് പോയതിനു ശേഷം നല്ലൊരു ക്ഷേത്രത്തിൽ കിട്ടിയിട്ടില്ല. കിട്ടൂല്ലല്ലോ. അപ്പോൾ ഈ സ്വഭാവം അങ്ങനെയാണ് പറ്റില്ല. ആളാണ് ഇവിടെ വന്നതെന്ന് ഇരുന്നിട്ട് കുറച്ചേര്. അല്ല, നമ്മുടെ മറ്റാളെ വാസുദേവൻ. അതെയാ? ആ, ആളിത് വാട്സാപ്പിൽ കണ്ടത്. ചില ഞങ്ങൾ പറയാറുണ്ടേ, നീരോവിലൂടെ ഗമനം ചകാരാണ്. ചില ശാന്തിക്കാരെ കണ്ടാലേ ശിവൻ